എയും ഒ ബിയും സെയിം ഡിസ്റ്റൻസ് ആണ്. ഫസ്റ്റ് നമുക്ക് വി എ മൈനസ് വി ഒ കണ്ടുപിടിക്കാം. വി എ മൈനസ് വി ഒ കണ്ടുപിടിക്കാൻ നമുക്കറിയാം പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ ഇക്വേഷൻ. ഫസ്റ്റ് വി എ ഒ, വി എ മൈനസ് വി ഒ. പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ ഇക്വേഷൻ ഹാഫ് ബി ഒമേഗ x1 സ്ക്വയർ മൈനസ് x2 സ്ക്വയർ അല്ലേ? ഇതാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ ഇക്വേഷൻ. നേരത്തെ നമ്മൾ ഡിറൈവ് ചെയ്താണ് ഇന്നലെ ഡിറൈവ് ചെയ്ത സംഭവമാണ്. x2 സ്ക്വയർ മൈനസ് x1 സ്ക്വയർ ഓർ x1 സ്ക്വയർ മൈനസ് x2 സ്ക്വയർ. അതിനെ ഡിപ്പെൻഡ് ചെയ്യും ഏതാണ് x1 ഏതാണ് x2 എന്ന് ചൂസ് ചെയ്യുന്നതിനനുസരിച്ച് x2 സ്ക്വയർ മൈനസ് x1 സ്ക്വയർ എന്ന് വരും. അപ്പൊ x2ഉം x1ഉം എത്രയാണ് ഇവിടെ അല്ലേ? അപ്പൊ നമ്മള് എ എന്ന് പറയുന്ന പോയിന്റ് ചൂസ് ചെയ്യുമ്പോൾ അത് ലെഫ്റ്റിലോട്ടാണ്. അപ്പൊ ബിയും സിയും റൈറ്റിലോട്ടാണ്. അപ്പൊ അത് നമ്മൾ പോസിറ്റീവ് എക്സ് ആയിട്ട് ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എ എന്ന് പറയുന്നത് ലെഫ്റ്റിലാണുള്ളത്. നമുക്ക് വേണമെങ്കിൽ x2 ഒറിജിൻ ആയിട്ട് ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ x2 0. x1 എന്ന് പറയുന്നത് ഏതാ? മൈനസ് എൽ ബൈ 4. x1 വിൽ ബി മൈനസ് എൽ ബൈ 4. ഓക്കെ ആണോ? ഇതിനകത്ത് x1 വിൽ ബി മൈനസ് എൽ ബൈ 4. ഇനി വി എ മൈനസ് വി ഒ അത് ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു ബി ഒമേഗ 0 സ്ക്വയർ മൈനസ് എൽ ബൈ 4 ദി ഹോൾ സ്ക്വയർ. മൈനസ് എൽ ബൈ 4 ദി ഹോൾ സ്ക്വയർ. സോ ദിസ് വിൽ ബി മൈനസ് എൽ ബൈ 4 ദി ഹോൾ സ്ക്വയർ അതേപോലെ ഉണ്ടാവും. അതിനെ സ്ക്വയർ ചെയ്യുമ്പോൾ മൈനസ് പോകും. പുറത്തൊരു മൈനസ് ഓൾറെഡി ഉണ്ട്. സോ ദിസ് വിൽ ബി ബി ഒമേഗ എൽ സ്ക്വയർ ബൈ 16 എന്നത് അല്ലെ? ബൈ 16 ഓർ 1/32 ബി ഒമേഗ എൽ സ്ക്വയർ. ഇത് പ്ലസ് ആണോ മൈനസ് ആണോ? നമ്മൾ വി എ മൈനസ് വി ഒ ആണ് ഇവിടെ കണ്ടുപിടിക്കുന്നത്. വി എ മൈനസ് വി ഒ ഒരു മൈനസ് സൈൻ ഉണ്ടാവും. ഈക്വേഷൻ വെച്ച് ചെയ്യുമ്പോൾ ഒരു മൈനസ് സൈൻ ഉണ്ടാവും. പക്ഷെ അതിനകത്ത് നമ്മൾ ആ ഇക്വേഷൻ വെച്ച് നമ്മൾ മാഗ്നിറ്റ്യൂഡ് മാത്രമേ കിട്ടുന്നുള്ളൂ. ഏതാണ് ഹയർ പൊട്ടൻഷ്യൽ നമ്മൾ എങ്ങനെ ഡിസൈഡ് ചെയ്യണം? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എങ്ങോട്ടാണോ പോസിറ്റീവ് ചാർജസ് അക്യുമുലേറ്റ് ചെയ്യുക അവിടെയാണ് എന്തുണ്ടാവുക? എങ്ങോട്ടാണോ പോസിറ്റീവ് ചാർജസ് അക്യുമുലേറ്റ് ചെയ്യുക അവിടെയാണ് ഹയർ പൊട്ടൻഷ്യൽ ഉണ്ടാവുക. ദി അതർ എൻഡ് വിൽ ബി അറ്റ് ലോവർ പൊട്ടൻഷ്യൽ. അപ്പൊ ഈ റോഡ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇഫ് വി കൺസിഡർ ദിസ് റോഡ്, ഈ റോഡ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അബൌട്ട് ദിസ് പോയിന്റ് ആണ് റൊട്ടേറ്റ് ചെയ്യുന്നത് ഒമേഗ എന്ന് പറയുന്നത്. ഈ സൈഡിലെ വെലോസിറ്റി മുകളിലോട്ടായിരിക്കും, ഈ സൈഡിലെ വെലോസിറ്റി താഴേക്കായിരിക്കും. ഓക്കെ അല്ലേ? ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അബൌട്ട് ദിസ് പോയിന്റ് ആണ് ഇത് റൊട്ടേറ്റ് ചെയ്യുന്നത്. മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളിലോട്ടാണെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു. മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഇൻ ടു ദി പ്ലെയിൻ. ഇപ്പൊ ലെഫ്റ്റ് സൈഡിൽ നോക്കുമ്പോൾ വെലോസിറ്റി താഴേക്കാണ്, ഫീൽഡ് ഉള്ളിലോട്ടാണ്. പോസിറ്റീവ് ചാർജസ് എവിടെയാണ് അക്യുമുലേറ്റ് ചെയ്യുന്നത്? സെൻട്രലിലാണോ, ഒറിജിനിലാണോ, അതോ ഓയിലാണോ, എയിലാണോ? Is it accumulating at the center O or A? ലെഫ്റ്റ് സൈഡിൽ നോക്കുമ്പോൾ എവിടെയാണ് അക്യുമുലേറ്റ് ചെയ്യുന്നത്? പെട്ടെന്ന് പറഞ്ഞേ. ലെഫ്റ്റ് സൈഡിൽ നോക്കുമ്പോൾ എയിലാണോ പോസിറ്റീവ് ചാർജസ് അക്യുമുലേറ്റ് ചെയ്യുക? എയിലാണോ പോസിറ്റീവ് ചാർജസ്? അല്ല, ഓയിലാണ് അക്യുമുലേറ്റ് ചെയ്യുക അല്ലെ? നമ്മൾ വെലോസിറ്റി താഴേക്കാണ്. ലെഫ്റ്റിൽ നോക്കുമ്പോൾ വെലോസിറ്റി താഴേക്കാണ്, ഫീൽഡ് ഉള്ളിലോട്ടാണ്. അപ്പോ ഫോഴ്സ് ഓൺ പോസിറ്റീവ് ചാർജസ് വിൽ ബി ടുവേർഡ്സ് റൈറ്റ്. നമ്മൾ ഫ്ലെമിംഗ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ യൂസ് ചെയ്യും. ഓക്കെ, ഫോഴ്സ് ഓൺ വിൽ ബി പോസിറ്റീവ് ചാർജസ് വിൽ ബി ടുവേർഡ്സ് റൈറ്റ്, ഫോഴ്സ് ഓൺ ഇലക്ട്രോൺസ് വിൽ ബി ടുവേർഡ്സ് ലെഫ്റ്റ്. സോ ഇവിടെ നെഗറ്റീവ് ചാർജസ് ആണ് അക്യുമുലേറ്റ് ചെയ്യുക, സെൻട്രലാണ് പോസിറ്റീവ് ചാർജ് അക്യുമുലേറ്റ് ചെയ്യുക. സോ എ ആണോ ഒ ആണോ ഹയർ പൊട്ടൻഷ്യൽ ഉണ്ടാവുക? ഒ വിൽ ബി അറ്റ് ഹയർ പൊട്ടൻഷ്യൽ. സോ വി എ മൈനസ് വി ഒ നെഗറ്റീവ് ആണ് കിട്ടുക. അപ്പൊ ആൻസർ കറക്റ്റ്. മനസ്സിലായി? ശരിക്കും നമുക്ക് ഇതിനകത്ത് നിന്ന് മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഇതിനകത്ത് നിന്ന് കിട്ടുള്ളൂ. വി ഗെറ്റ് ഓൺലി മാഗ്നിറ്റ്യൂഡ് ഫ്രം ദിസ്. വി എ മൈനസ് വി ഒന്റെ മാഗ്നിറ്റ്യൂഡ് മാത്രമേ കിട്ടുള്ളൂ.
ഇനി അത് പ്ലസ് ആണോ മൈനസ് ആണോ എന്ന് ഡിസൈഡ് ചെയ്യാൻ ഏതാണ് ഹയർ പൊട്ടൻഷ്യൽ എന്ന് നമ്മൾ തീരുമാനിക്കണം. ഓക്കെ, വി ഹാവ് ടു ഡിസൈഡ് വിച്ച് വൺ ഈസ് അറ്റ് ഹയർ പൊട്ടൻഷ്യൽ. ഏതാണ് ഹയർ പൊട്ടൻഷ്യൽ എന്ന് നമ്മൾ തീരുമാനിക്കണം. ഈ കേസിൽ O ആണ് ഹയർ പൊട്ടൻഷ്യൽ. അപ്പൊ നമുക്ക് മനസ്സിലായി, ആസ് വി മൂവ് അവേ ഫ്രം ദി സെന്റർ ദി പൊട്ടൻഷ്യൽ വിൽ ഡിക്രീസ് ഇൻ ദിസ് കേസ്. ആസ് വി മൂവ് അവേ ദി പൊട്ടൻഷ്യൽ വിൽ ഡിക്രീസ് ഇൻ ദിസ് കേസ്. ഓക്കെ, സെന്ററിൽ നിന്ന് മൂവ് ചെയ്യുന്നതിനനുസരിച്ച് പൊട്ടൻഷ്യൽ ഡിക്രീസ് ചെയ്യാണ് ഈ സിറ്റുവേഷനിൽ സംഭവിക്കുക. എന്നാൽ അടുത്ത കണ്ടുപിടിച്ച് വി എ മൈനസ് വി ബി കണ്ടുപിടിച്ച ഈ കേസിൽ വി എ മൈനസ് വി ബി, ഫൈൻഡ് വി എ മൈനസ് വി ബി. everybody find VA minus VB. ബിയിലോട്ട് സെന്ററിൽ നിന്നുള്ള ഡിസ്റ്റൻസ് L/4 തന്നെയാണ്. VA minus VB എന്ന് കണ്ടുപിടിച്ച് find VA minus VB. ഇക്വേഷൻ ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇതിനകത്ത് x2 ന്റെ വാല്യൂ എന്തായിരിക്കും? പ്ലസ് L/4, x1 ന്റെ വാല്യൂ മൈനസ് L/4. അങ്ങനെ വേണമെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് ഈ ഇക്വേഷന് മാഗ്നിറ്റ്യൂഡ് മാത്രമേ കിട്ടുള്ളൂ. ഏതാണ് ഹയർ പൊട്ടൻഷ്യൽ എന്ന് നമ്മൾ എങ്ങനെ തീരുമാനിക്കണം? നമ്മുടെ ഇത് വെച്ചിട്ട് തീരുമാനിക്കണം. എവിടെയാണോ പോസിറ്റീവ് അക്യുമുലേറ്റ് ചെയ്യുന്നത് അതായിരിക്കും ഹയർ പൊട്ടൻഷ്യൽ. വി എ മൈനസ് വി ബി കണ്ടുപിടിച്ചേ. ബി എവിടെയായിരുന്നു? ബി ഇവിടെ ആയിട്ട് വരും, L/4 ഡിസ്റ്റൻസ്. നമുക്കറിയാം വി എ ബി എന്ന് പറയുന്നത് ഹാഫ് ബി ഒമേഗ x2 സ്ക്വയർ മൈനസ് x1 സ്ക്വയർ. ഇതിനകത്ത് വേണമെങ്കിൽ x2 L/4 നടക്കാം, x1 മൈനസ് L/4. What is VAB in this case? VAB എത്രയാ? How much is VAB? How much is VAB? ആണോ? V omega L square by 16 ആണോ? Half into B omega L/4 the whole square minus L/4 the minus of L/4 the whole square. 0 അല്ലേ വരിക? 0 അല്ലേ വരിക? It will be 0. So അതെങ്ങനെ 0 വന്നു? How did it become 0? ഫിസിക്കലി ആലോചിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അഗെയിൻ നേരത്തെ പറഞ്ഞ പോലെ നോക്കുക. ലെഫ്റ്റ് സൈഡിൽ എ ആണ് ലോവർ പൊട്ടൻഷ്യൽ, എയിൽ നെഗറ്റീവ് ചാർജസ് ആണ് അക്യുമുലേറ്റ് ചെയ്യുക. അപ്പൊ നമുക്ക് ഇങ്ങനത്തെ ഒരു റോഡ് കൺസിഡർ ചെയ്യാന്ന് വിചാരിച്ചു. L/2 ലെങ്ത് ഉള്ള ഒരു റോഡ് കൺസിഡർ ചെയ്യാം. അതിന്റെ സെന്ററിൽ ഇത് ചെയ്തിട്ടുണ്ട്. സോ ഇങ്ങോട്ട് L/4, ഇങ്ങോട്ടും L/4. ഓക്കെ, ഇത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാം ഒമേഗ. സോ ഇത് ബി, ഇത് എ, ഇത് ബി, ഇത് എ. അപ്പൊ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ആക്ച്വലി ലെഫ്റ്റ് സൈഡിൽ നോക്കുമ്പോൾ എന്താണ് സംഭവിക്കുക? ഇവിടെ നെഗറ്റീവ് ചാർജസ് അക്യുമുലേറ്റ് ചെയ്തിട്ടുണ്ടാവും അല്ലെ? എ ഒരു നെഗറ്റീവ് പൊട്ടൻഷ്യലാണ് ഉണ്ടാവുക. റൈറ്റ് സൈഡിൽ എങ്ങോട്ടാ വെലോസിറ്റി? റൈറ്റ് സൈഡിൽ എങ്ങോട്ടാ വെലോസിറ്റി പറഞ്ഞേ? മുകളിലോട്ടല്ലേ? ലെഫ്റ്റ് സൈഡിൽ താഴേക്കായിരുന്നു വെലോസിറ്റി, റൈറ്റ് സൈഡിൽ മുകളിലോട്ടേക്കാണ് വെലോസിറ്റി. റൈറ്റ് സൈഡിൽ എവിടെയാണ് നെഗറ്റീവ് ചാർജസും പോസിറ്റീവ് ചാർജസും അക്യുമുലേറ്റ് ചെയ്യുക? പോസിറ്റീവ് ചാർജ് എവിടെ അക്യുമുലേറ്റ് ചെയ്യുക? റൈറ്റ് സൈഡിൽ. ഓയിലാണോ ബിയിലാണോ? ഓയും ബിയും കൺസിഡർ ചെയ്യുമ്പോൾ റൈറ്റ് സൈഡ് മാത്രം. ഓ അല്ലെ, അഗെയിൻ ഓയിലാണ് എന്ത് ചെയ്യുന്നത്? പോസിറ്റീവ് ചാർജസ് അക്യുമുലേറ്റ് ചെയ്യുന്നത്. അഗെയിൻ ബി വിൽ ബി അറ്റ് നെഗറ്റീവ് പൊട്ടൻഷ്യൽ. ഈ രണ്ടും എന്താണ്? സെയിം പൊട്ടൻഷ്യലാണ് ഉണ്ടാവുന്നത്. എയും ബിയും റിലേറ്റീവ് ടു ഓ സെയിം പൊട്ടൻഷ്യലാണ് ഈ കേസിൽ ഉണ്ടാവുക. മനസ്സിലായി? ബോത്ത് എ ആൻഡ് ബി വിൽ ബി അറ്റ് സെയിം പൊട്ടൻഷ്യൽ റിലേറ്റീവ് ടു ഓ. കാരണം സെയിം ഡിസ്റ്റൻസ് ആണ്, ഒരേപോലെ തന്നെയാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. സോ എ ആൻഡ് ബി വിൽ ബി അറ്റ് സെയിം പൊട്ടൻഷ്യൽ, സെയിം ഡിസ്റ്റൻസ്, സെയിം
sense of rotation. Okay, so A and B will be at same potential. A യും B യും സെയിം പൊട്ടൻഷ്യലിലാണ് ഉണ്ടാവുക. ഇനി അടുത്ത ചോദിച്ചത് എന്താണ്? വി സി മൈനസ് വി ഒ. മൂന്നാമത് ചോദിച്ചത് വി സി മൈനസ് വി ഒ. അത് ഡയറക്റ്റ് ആണ്, പെട്ടെന്ന് കണ്ടുപിടിച്ചത് വി സി മൈനസ് വി ഒ. മൂന്നാമത് ചോദിച്ചത് വി സി മൈനസ് വി ഒ. സോ അതിനകത്ത് ഹാഫ് ബി ഒമേഗ x2 സ്ക്വയർ മൈനസ് x1 സ്ക്വയർ. x2 എത്രയാണ് കേസില്? 3L/4. ഞാൻ ഇതിനകത്ത് മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ കേട്ടോ. ഓൺലി മാഗ്നിറ്റ്യൂഡ് ഐ എം ഫൈൻഡിങ്. ഫൈനൽ വാല്യൂ നമ്മൾ എവിടെയാണ് പോസിറ്റീവ് എന്ന് നമ്മൾ തന്നെ തീരുമാനിക്കണം. 3L/4 x1 0. So this is half into b omega into 3L/4 3/4L the whole square minus 0 square. So what will be this? 9/32 b omega L square. This will be VC minus VO. മാഗ്നിറ്റ്യൂഡ് മാത്രമാണിത്. പോസിറ്റീവ് ആയിരിക്കോ നെഗറ്റീവ് ആയിരിക്കോ? വി സി ആണോ വി ഒ ആണോ ഹയർ പൊട്ടൻഷ്യൽ? പറഞ്ഞ് ഫിഗർ നോക്കിയിട്ട് വി സി ആണോ വി ഒ ആണോ? വിച്ച് വൺ ഈസ് അറ്റ് ഹയർ പൊട്ടൻഷ്യൽ? സി ഓർ ഒ? O is at higher potential because charges accumulated O. ഓയിലാണ് ഉണ്ടാവുക. സോ ആക്ച്വലി ഇവിടെ ഒരു മൈനസ് സൈൻ വരും. There will be a minus sign. കാരണം O ആണ് ഹയർ പൊട്ടൻഷ്യൽ. സോ വി സി മൈനസ് വി ഒ ചെയ്യുമ്പോൾ നെഗറ്റീവ് ആണ് കിട്ടുക. ഓക്കെ, ഇനി സി ആണോ ബി ആണോ ഹയർ പൊട്ടൻഷ്യൽ ഉണ്ടാവുക? അടുത്ത ചോദിച്ചത് വി സി മൈനസ് വി ബി ആണ്. എങ്ങനെയാണ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് അറിയാം. സി ആണോ ബി ആണോ ഹയർ പൊട്ടൻഷ്യൽ ഉണ്ടാവുക? സി ആണോ ബി ആണോ ഹയർ പൊട്ടൻഷ്യൽ ഉണ്ടാവുക? ജസ്റ്റ് പറഞ്ഞാൽ മതി, അടുത്ത് നിങ്ങൾ ചെയ്താൽ മതി. വിച്ച് വൺ ഈസ് അറ്റ് ഹയർ പൊട്ടൻഷ്യൽ, സി ഓർ ബി? വിച്ച് വൺ വിൽ ബി അറ്റ് ഹയർ പൊട്ടൻഷ്യൽ, സി ഓർ ബി? സി ആണോ ബി ആണോ ഹയർ പൊട്ടൻഷ്യൽ ഉണ്ടാവുക? പറഞ്ഞ ആരെങ്കിലും പറഞ്ഞേ, സി ആണോ ബി ആണോ ഹയർ പൊട്ടൻഷ്യൽ ഉണ്ടാവുക? ബി ആണ് ഹയർ പൊട്ടൻഷ്യൽ. ബി വിൽ ബി അറ്റ് ഹയർ പൊട്ടൻഷ്യൽ അല്ലെ? അഗൈൻ നേരത്തെ പറഞ്ഞ ലോജിക്ക് ആലോചിച്ചാൽ മതി. ബി സി എന്ന് പറയുന്ന സെഗ്മെന്റ് ആലോചിക്കുക. അതിനകത്ത് എങ്ങോട്ട്, ഏത് ഡയറക്ഷനിലോട്ടാണ് പോസിറ്റീവ് ചാർജ് പോവുക, ഏത് ഡയറക്ഷനിലോട്ടാണ് നെഗറ്റീവ് ചാർജ് പോവുക എന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ ആസ് വി മൂവ് അവേ ഫ്രം ദി സെന്റർ, സെന്ററിൽ നിന്ന് മൂവ് ചെയ്യുന്നതിനനുസരിച്ച് പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൂടിക്കൂടി വരും. ദാറ്റ് ഡിഫറൻസ് ക്യാൻ ബി പോസിറ്റീവ് ഓർ നെഗറ്റീവ്. ഓക്കെ, ദാറ്റ് ഡിഫറൻസ് ക്യാൻ ബി എയ്തർ പോസിറ്റീവ് ഓർ നെഗറ്റീവ്. പോസിറ്റീവോ നെഗറ്റീവോ ആവാം ആ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, നൗ സി ആണോ എ ആണോ ഹയർ പൊട്ടൻഷ്യൽ ഉണ്ടാവുക? സി ആണോ എ ആണോ ഹയർ പൊട്ടൻഷ്യൽ ഉണ്ടാവുക? എ വിൽ ബി അറ്റ് ഹയർ പൊട്ടൻഷ്യൽ. കാരണം അകന്ന് പോകുന്തോറും, സെന്ററിൽ നിന്ന് അകന്ന് പോകുന്തോറും എന്താണ് സംഭവിക്കുന്നത്? നെഗറ്റീവ് പൊട്ടൻഷ്യൽ കൂടിക്കൂടി വരികയാണ് ഈ കേസിൽ. മനസ്സിലായില്ലേ? കാരണം പോസിറ്റീവ് ചാർജ് അക്യുമുലേറ്റ് ചെയ്യുന്നത് സെന്ററിലാണ്. സോ എനേക്കാളും കൂടുതൽ ഡിസ്റ്റൻസിലാണ് സി ഉള്ളത്. മനസ്സിലായോ? സോ സെന്ററിൽ നിന്ന് രണ്ട് ഡയറക്ഷനിലോട്ട് പോകുന്തോറും നെഗറ്റീവ് പൊട്ടൻഷ്യൽ ആയിട്ട് വരികയാണ് ചെയ്യുന്നത്. പൊട്ടൻഷ്യൽ കുറഞ്ഞു കുറഞ്ഞു വരിക. അപ്പോൾ സിയിലോട്ടാണ് കൂടുതൽ ദൂരം. അപ്പൊ സിയിലോട്ട് എന്ത് ചെയ്യും? കൂടുതൽ കുറയും, എയിലോട്ട് കുറയുന്നതിനേക്കാളും. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. അതാണ് ഞാൻ ഇത് റോഡിന്റെ കേസിൽ ഉദ്ദേശിച്ചത്. ഇന്ന് വേറെ സിമ്പിൾ ക്വസ്റ്റ്യനും കൂടി ചോദിക്കാം. മറ്റൊരു ക്വസ്റ്റ്യനും കൂടി. ഇൻസുലേറ്റർ, കണ്ടക്ടർ. രണ്ടാമത്തെ സെഗ്മെന്റ് കണ്ടക്ടർ ആണ്. ഫസ്റ്റ് ഉള്ള സെഗ്മെന്റ് ഇൻസുലേറ്റർ ആണ്. ഇതൊരു ഒമേഗ ആംഗുലാർ വെലോസിറ്റിയിൽ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. മാഗ്നറ്റിക് ഫീൽഡ് പുറത്തോട്ടാണ് ഇതിനകത്ത്.
The magnetic field is in the outward direction. The magnetic field is in the outward direction. So find VA minus VB. Find VA minus VB. VA minus VB എത്രയാ വരിക? നേരത്തെ പറഞ്ഞ സംഭവം തന്നെ, പക്ഷെ ഇതിനകത്ത് 0 to 2L അല്ല നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടി വരും. കാരണം ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യാം. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യാനുള്ള കാരണം എന്താ? ചാർജസിന്റെ മൂവ്മെന്റ് അല്ലേ, അല്ലെ? കണ്ടക്ടറിന്റെ ഉള്ളിലൂടെ മാത്രമേ ചാർജസിന് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള മൂവ്മെന്റ് ഉണ്ടാവുള്ളൂ. ഓക്കെ, ദർ ഇസ് നോ മൂവ്മെന്റ് ഇൻസൈഡ് ദാറ്റ് ഇൻസുലേറ്റിംഗ് പാർട്ട്. ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യുന്നത് ഏത് പോർഷനിൽ മാത്രമാണ്? കണ്ടക്ടിങ് പോർഷനിൽ മാത്രമാണ് ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യുന്നത്. അതാണ് നമ്മൾ ഇവിടെ ചെയ്യേണ്ടത്. നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ലിമിറ്റ് എവിടെ നിന്ന് എങ്ങോട്ടാണ് കൊടുക്കേണ്ടത്? എൽ ടു 2L ആണ് ലിമിറ്റ് കൊടുക്കേണ്ടത്. 0 to 2L കൊടുക്കേണ്ട, എൽ ടു 2L കൊടുത്താൽ മതി. ഓക്കെ, അപ്പൊ x1 എന്ന് പറയുന്നത് L ആണ്, x2 എന്ന് പറയുന്നത് 2L ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പിന്നെ ഏതാണ് ഹയർ പൊട്ടൻഷ്യൽ എന്ന് നമ്മൾ തീരുമാനിക്കുക. നമ്മൾ തീരുമാനിക്കില്ല, ഓൾറെഡി ഉണ്ട്. അതെങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക. സോ നമുക്കറിയാം ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഈസ് ഇൻഡ്യൂസ്ഡ് ഓൺലി ഇൻ ദി റീജിയൻ വേർ മെറ്റീരിയൽ ഈസ് കണ്ടക്ടിങ്. കണ്ടക്ടിങ് മെറ്റീരിയലിന്റെ പോർഷനിൽ മാത്രമേ ഉള്ളൂ. ഹാഫ് ബി ഒമേഗ 2L ദി ഹോൾ സ്ക്വയർ മൈനസ് എൽ സ്ക്വയർ എന്ന് പറയും. അതിനടുത്ത് മനസ്സിലായില്ലേ? സോ ദിസ് വിൽ ബി 3/2 ബി ഒമേഗ എൽ സ്ക്വയർ. 3/2 ബി ഒമേഗ എൽ സ്ക്വയർ. ഓക്കെ, നൗ നമ്മളോട് ചോദിച്ചത് വി എ മൈനസ് വി ബി ആണ്. ഏതാണ് ഹയർ പൊട്ടൻഷ്യൽ ഉണ്ടാവുക? വി എ മൈനസ് വി ബി ഓർ വി ബി മൈനസ് വി എ, വാട്ട് എവർ ഇറ്റ് മേ ബി. വിച്ച് വൺ ഈസ് അറ്റ് ഹയർ പൊട്ടൻഷ്യൽ, എ ഓർ ബി? എ ആണോ ബി ആണോ ഹയർ പൊട്ടൻഷ്യൽ ഉണ്ടാവുക? അവിടെ ശ്രദ്ധിക്കുക, മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളിലോട്ടാണ്. മാഗ്നറ്റിക് ഫീൽഡ് ഞാൻ ഉള്ളിലോട്ടാണ് ഇവിടെ വരച്ചത്. ഉള്ളിലോട്ടല്ല, പുറത്തോട്ട്. മാഗ്നറ്റിക് ഫീൽഡ് ഇസ് ഇൻ ദി ഔട്ട്വേർഡ് ഡയറക്ഷൻ. സോ ഈ പാർട്ടിക്കിൾസിനൊക്കെ വെലോസിറ്റി ഉള്ളത് ഇങ്ങോട്ടാണ്. വെലോസിറ്റി ഈസ് ഇൻ ദിസ് ഡയറക്ഷൻ, ഫീൽഡ് ഈസ് ഇൻ ദി ഔട്ട്വേർഡ് ഡയറക്ഷൻ. സോ എങ്ങോട്ടാണ് പോസിറ്റീവ് ചാർജസ് മൂവ് ചെയ്യുക? ടുവേർഡ്സ് ബി അല്ലേ? ടുവേർഡ്സ് ബി ആണ്. നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ വെലോസിറ്റി ഇങ്ങോട്ടാണുള്ളത്, മാഗ്നറ്റിക് ഫീൽഡ് പുറത്തോട്ടാണുള്ളത്. സോ പോസിറ്റീവ് ചാർജസ് വിൽ അക്യുമുലേറ്റ് ബി. സോ വി എ മൈനസ് വി ബി ഇതിനകത്ത് പോസിറ്റീവ് ആയിരിക്കും നെഗറ്റീവ് ആയിരിക്കും? ബി ഇസ് അറ്റ് ഹയർ പൊട്ടൻഷ്യൽ, സോ വി എ മൈനസ് വി ബി വിൽ ബി നെഗറ്റീവ്, കാരണം ബി ആണ് ഹയർ പൊട്ടൻഷ്യൽ. ഓക്കെ, സോ മൈനസ് 3/2 ബി ഒമേഗ എൽ സ്ക്വയർ വിൽ ബി ദി ആൻസർ. ഓക്കെ, സോ ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ഇതാണ് ഇതിന്റെ കേസ് വരും. ഓക്കെ, ഇനി അടുത്തത് നമ്മളിപ്പോ റൊട്ടേറ്റിംഗ് റോഡിന്റെ കേസ് പറഞ്ഞു. ഇനി അടുത്തത് ജസ്റ്റ് നോട്ട് ചെയ്ത് എഴുതിയാൽ മതി. ഇ എം എഫ് ഇൻഡ്യൂസ്ഡ് അക്രോസ് ഉള്ളിലോട്ട്.
അപ്പോ നോക്കാം. മാഗ്നറ്റിക് ഫീൽഡിന്റെ ഉള്ളിലോട്ടാണ്, സെന്റർ O ആണ്, സർക്കംഫറൻസിൽ എന്തെങ്കിലും ഒരു പോയിന്റ് A ആണ്. അപ്പൊ ഇത് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത് റോഡ് പോലെ തന്നെയാണ്. ഹാവ് ടു ട്രീറ്റ് ഇറ്റ് ആസ് റോഡ്. ഇതിനെ നമുക്ക് റോഡായിട്ട് ട്രീറ്റ് ചെയ്യാം. സെക്കൻഡ്. One second. Okay. So, അപ്പോ പറഞ്ഞ ഇതിനകത്ത് എയും ഒയും തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് കണ്ടുപിടിക്കണം. ഫൈൻഡ് ദി പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ എ ആൻഡ് ഒ. ദാറ്റ് ഈസ് സെയിം ആസ് റോഡ്. റോഡിന്റെ സിറ്റുവേഷൻ തന്നെയാണ് ഇതിനകത്തും വരിക. ഓക്കെ, റോഡിന്റെ സെയിം സിറ്റുവേഷൻ തന്നെയാണ് ഇതിനകത്തും വരിക. ഏതാണ് ഹയർ പൊട്ടൻഷ്യൽ നമ്മൾ ആലോചിച്ചാൽ മതി. അത് റൊട്ടേഷന്റെ സെൻസിനനുസരിച്ച് ഇരിക്കും. ഓക്കെ, ഇറ്റ് വിൽ ബി വി ഓവർ എ. ഇതിനകത്ത് ഏതായിരിക്കും ഹയർ പൊട്ടൻഷ്യൽ? ഈ ഡിസ്ക് നമ്മൾ ഇങ്ങനെ കൺസിഡർ ചെയ്യാം. പോസിറ്റീവ് ചാർജസ്, ഇപ്പൊ ഇവിടെ ഉള്ള പോസിറ്റീവ് ചാർജ്, ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് ആണ് ഡിസ്ക് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ. ഈ പോസിറ്റീവ് ചാർജിന്റെ വെലോസിറ്റി ഇങ്ങോട്ടാണ്. അതിന് എങ്ങോട്ടായിരിക്കും മൂവ് ചെയ്യാനുള്ള ടെൻഡൻസി? ടുവേർഡ്സ് O ആണോ ടുവേർഡ്സ് A ആണോ ഈ കേസിൽ ഉണ്ടാവുക? ടുവേർഡ്സ് O അല്ലേ മൂവ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവുക. സോ ദാറ്റ് ഈസ് സെയിം ആസ് ദാറ്റ് ഓഫ് ഹാഫ് വി ഒമേഗ ആർ സ്ക്വയർ. ഇതിന് എന്തായിട്ട് ട്രീറ്റ് ചെയ്താൽ മതി? റോഡ് പോലെ തന്നെ ട്രീറ്റ് ചെയ്താൽ മതി. ഇനി ഏതെങ്കിലും ഇൻസൈഡ് പോയിന്റ് P ഉണ്ട്, മറ്റേ ഡിസ്റ്റൻസ് ഓഫ് R ബൈ Q. പൊട്ടൻഷ്യൽ റോഡിന്റെ കേസിൽ പോലെ തന്നെ. സോ സെയിം ആസ് ദാറ്റ് ഓഫ് റോഡാണ്. ഓക്കെ, സെയിം ആസ് ദാറ്റ് ഓഫ് റോഡ്. ഏത് പോയിന്റിന്റെ പൊട്ടൻഷ്യൽ? അത് ഡിസ്ക് ആണെങ്കിലും സെയിം ആസ് ദാറ്റ് ഓഫ് റോഡാണ് വരും. ഓക്കെ, അതിന്റെ ഡെറിവേഷൻ റോഡിന്റെ അതേപോലെ തന്നെ ഡെറിവേഷൻ വരും. നമുക്കിവിടെ ആവശ്യമില്ല, ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഓക്കെ, റോഡിന്റെ സെയിം സംഭവം തന്നെയാണ് ഇതിന്റെ ഡെറിവേഷൻ ആയിട്ട് വരും. സോ ഹാഫ് ബി ഒമേഗ എൽ സ്ക്വയർ എന്ന് വരും അക്രോസ് എ റോഡ് കംപ്ലീറ്റ് ആയിട്ട്. ഇൻ ബിറ്റ്വീൻ ഏതെങ്കിലും ആണെങ്കിൽ എക്സ് സ്ക്വയർ മൈനസ് എക്സ് വൺ സ്ക്വയർ. ഏതാണ് ഹയർ പൊട്ടൻഷ്യൽ? നമ്മൾ നമ്മുടെ ഫ്ലെമിംഗ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ യൂസ് ചെയ്തിട്ട് എവിടെയാണ് പോസിറ്റീവ് ചാർജ് അക്യുമുലേറ്റ് ചെയ്യുക, ദാറ്റ് സൈഡ് വിൽ ബി ഹയർ പൊട്ടൻഷ്യൽ. ഓക്കെ, സോ ദാറ്റ് ഈസ് അബൌട്ട്. ഓക്കെ, ഇനി നമ്മൾ പുതിയൊരു ടോപ്പിക്കിലോട്ട് കടക്കാൻ പോവാണ്. ഇൻഡക്റ്റൻസ് എന്ന് പറയുന്ന ടോപ്പിക്. ഇൻഡക്റ്റൻസ് എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടന്റ് ഏരിയ ആണ്. നമ്മൾ റെസിസ്റ്റൻസ് എന്നൊക്കെ പറയുന്ന. സോ എന്തായിരിക്കും ഇൻഡക്റ്റൻസ്? ഇൻഡക്റ്റൻസ് നമുക്ക് രണ്ട് രീതിയിലുള്ള ഇൻഡക്റ്റൻസ് പഠിക്കാനുണ്ട്. ഒന്ന് സെൽഫ് ഇൻഡക്റ്റൻസ്. ആദ്യം പഠിക്കാനുള്ളത് സെൽഫ് ഇൻഡക്റ്റൻസ്. അതൊക്കെ മുമ്പ് പഠിച്ചിട്ടുണ്ടാവും 10th ആണ് എൻ്റെ ഒരു ഓർമ്മ. സെൽഫ് ഇൻഡക്റ്റൻസ് എന്ന് പറയുന്ന സംഭവം എന്താണ്? സെൽഫ് ഇൻഡക്റ്റൻസ് എന്ന് പറഞ്ഞാൽ സംതിങ് റിലേറ്റഡ് ടു ഇൻഡ്യൂസിങ്, അല്ലെ? ഇൻഡ്യൂസിങ്ങുമായിട്ട് റിലേറ്റഡ് ആണ് ഇൻഡക്റ്റൻസ് എന്ന് പറഞ്ഞാൽ. അപ്പോ എന്താണ് ഇവിടെ ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നത്? മാഗ്നറ്റിക് ഫ്ലക്സ് ആണ്. മാഗ്നറ്റിക് ഫ്ലക്സ്. അതായത് ഒരു സെൽഫ് ഇൻഡക്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സപ്പോസ് വി ടേക്ക് എ കോയിൽ. ഒരു കോയിലാണ്, വി കൻ ടേക്ക് എ കോയിൽ, സർക്കുലർ കോയിലോ വാട്ടെവർ. ഇതിലൂടെ കറണ്ട് പാസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ കോയിലിന്റെ ഇൻസൈഡും ഔട്ട് സൈഡും എല്ലാം എന്ത് ക്രിയേറ്റ് ചെയ്യും? മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, ഇറ്റ് വിൽ ക്രിയേറ്റ് എ മാഗ്നറ്റിക് ഫീൽഡ്. കോയിൽ ലൈക്ക് ദിസ്, മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യും, അല്ലെ? സോ ഇതിലിപ്പോ എങ്ങോട്ടാണ് മാഗ്നറ്റിക് ഫീൽഡ്? ഞാനിപ്പോ വരച്ചിട്ടുള്ള രണ്ടാമത് വരച്ചിട്ടുള്ള കോയിലിൽ എങ്ങോട്ടാണ് മാഗ്നറ്റിക് ഫീൽഡ്? ഉള്ളിലോട്ടാണ് മാഗ്നറ്റിക്. ഈ റീജിയനിൽ ഇതിന്റെ ഉള്ളില് മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളിലോട്ടായിരിക്കും, പുറത്ത് മാഗ്നറ്റിക് ഫീൽഡ് പുറത്തോട്ടായിരിക്കും. നമ്മൾ ആ ലൂപ്പിന്റെ ഉള്ളിൽ മാത്രം കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ there is a magnetic flux into the plane. Okay? There is a magnetic flux due to the current in the coil. ആ കോയിലിലുള്ള കറണ്ട് കാരണം ആ കോയിലിൽ തന്നെ എന്ത് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു? മാഗ്നറ്റിക് ഫ്ലക്സ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സെൽഫ് ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ് ഫിനോമിന ഈസ് കോൾഡ് സെൽഫ് ഇൻഡക്റ്റൻസ്. അതിലുള്ള കറണ്ട് കാരണം തന്നെ എന്ത് ചെയ്യുന്നു? അതിൽ മാഗ്നറ്റിക്
ഫ്ലക്സ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. ഇതിന്റെ ഉള്ളിലുള്ള ഫീൽഡ് യൂണിഫോം ആയിരിക്കും? അല്ല. നമ്മൾ µ0 I/2R എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. µ0 I/2R എന്ന് പഠിച്ചില്ല, കറണ്ട് ക്യാരിയിങ് കോയിലിന്റെ സെന്ററിലെ മാഗ്നറ്റിക് ഫീൽഡ്. പക്ഷെ അത് എവിടെ മാത്രമാണ്? സെന്ററിൽ മാത്രമാണ് µ0 I/2R എന്ന് പറയുന്നത്. ഈ സെന്ററിൽ നിന്നുള്ള ബാക്കിയുള്ള പോയിന്റ്സിലെ ഫീൽഡ് ഒന്നും നമുക്കറിയില്ല. ഈ പോയിന്റ്സിലെ ഫീൽഡ് ഒന്നും നമുക്കറിയില്ല. നമ്മൾ ആകെ ഡിറൈവ് ചെയ്തത് ആക്സിസിലെ പോയിന്റിനും അതിന്റെ ഒരു സ്പെഷ്യൽ കേസ് ആയിട്ട് സെന്ററിലുള്ള പോയിന്റിന്റെയും മാത്രമാണ് നമ്മൾ ഡിറൈവ് ചെയ്തത്. ഓക്കെ, ആക്സിലുള്ള കേസിൽ പഠിച്ചിട്ടില്ല µ0 I/R² / 2 R² + X² whole raised to 3/2 എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വലിയൊരു ഇക്വേഷൻ. ഓക്കെ, അതിന്റെ ഒരു സബ് കേസ് ആണ് സെന്ററിലുള്ളത്. ആ എക്സിന്റെ വാല്യൂ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ. അപ്പോ ബാക്കിയുള്ള പോയിന്റ്സിലൊന്നും ഫീൽഡ് നമുക്ക് അറിയില്ല. പക്ഷെ മാഗ്നറ്റിക് ഫീൽഡിനെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കി. ഏത് സിറ്റുവേഷനിലാണെങ്കിലും എങ്ങനെ ഡെറിവേഷൻ ആണെന്നുണ്ടെങ്കിലും മാഗ്നറ്റിക് ഫീൽഡിനകത്ത് ഉണ്ടായിരുന്ന ഒരു ടേം ഇപ്പോ µ0 I/2R അല്ലെങ്കിൽ ബയോട്ട്-സാവാർട്സ് ലോ അപ്ലൈ ചെയ്ത് നോക്കിയാൽ ബയോട്ട്-സാവാർട്സ് ലോന്റെ കേസിലും എന്താണ് വരിക? മാഗ്നറ്റിക് ഫീൽഡിന്റെ കേസിലും µ0 IdL അല്ലെ, IdL/4πr². ഈ ഫോമിലല്ലേ മാഗ്നറ്റിക് ഫീൽഡ് വരുന്നത്. സോ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് പ്രൊപ്പോർഷണൽ ടു I. മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഓൾവേസ് പ്രൊപ്പോർഷണൽ ടു I. ബാക്കിയുള്ള സംഭവങ്ങളാണ് അവിടെ വേരി ചെയ്യുന്നത്. കറണ്ടിനനുസരിച്ച് മാഗ്നറ്റിക് ഫീൽഡ് വേരി ചെയ്യും. സോ ഓട്ടോമാറ്റിക്കലി മാഗ്നറ്റിക് ഫ്ലക്സ് എന്താണ്? മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ dφ എന്ന് പറയുന്നത് എന്ത് വരും? B.PA എന്ന് പറയുന്ന സംഗതി. BA അല്ലെങ്കിൽ φ എന്ന് പറയുന്നത് B.A ആണ്. സ്മോൾ ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡിന്റെ അവിടുത്തെ സ്മോൾ ഏരിയ. Since this magnetic field is proportional to current, flux also will be proportional to current. Okay, ബാക്കി അപ്പുറത്ത് വലിയൊരു ക്വാണ്ടിറ്റീസ് ഉണ്ടാവും, അതിനെപ്പറ്റി നമ്മൾ ബോധർ ചെയ്യുന്നില്ല. അതിനെ മാറ്റി നിർത്തിയാൽ ആ കറണ്ട് അല്ലാത്ത ബാക്കിയുള്ള ടേംസ് കൂടി മാറ്റി നിർത്തിയാൽ ബാക്കി കറണ്ടിന്റെ പ്രൊപ്പോർഷൻ ഒറ്റ I എന്ന് പറയുന്ന ടേം അല്ല അതിനകത്ത് ബാക്കി ഉണ്ടാവുള്ളൂ. ഈ മാഗ്നറ്റിക് ഫീൽഡിലുള്ള ഈ I എന്ന് പറയുന്ന ടേം മാത്രം അവിടെ ബാക്കി ഉണ്ടാവും. കറണ്ട് അല്ലാത്ത ബാക്കിയുള്ള ടേംസിനെ അവിടെ സൈഡിൽ നിർത്തും. ബാക്കി പറഞ്ഞ മനസ്സിലായോ? ബാക്കിയുള്ളതെല്ലാം എന്താണ്? ജോമെട്രിക്കൽ കൺസ്ട്രെയിൻസ് അല്ലേ. ആ ഡിസ്റ്റൻസ് R എന്ന് പറയുന്നത്, DL എന്ന് പറയുന്ന എലമെന്റ് നമ്മൾ എങ്ങനെയാണ് ചൂസ് ചെയ്യുന്നത്, അതൊക്കെ ബാക്കിയൊക്കെ ജോമെട്രിക്കൽ ആയിട്ടുള്ള സംഭവങ്ങളാണ്. ഡിസ്റ്റൻസ് ആ സംഭവങ്ങളൊക്കെ. കറണ്ടിന്റെ ടേമിന്റെ പവർ എത്രയാണ്? വാട്ട് ഇസ് ദി പവർ ഓഫ് കറണ്ട് ഇൻ ദി ഫ്ലക്സ്? ഫ്ലക്സിൽ കറണ്ടിന്റെ പവർ എത്രയാണ് വരിക? 1 അല്ലേ വരിക? മനസ്സിലായി? കറണ്ടിന്റെ പവർ കൊണ്ട് ഉദ്ദേശിച്ചത് ഇത് എക്സ്പോണന്റിൽ വരുന്ന വാല്യൂ എത്രയാണ് വരേണ്ടത്? 1 അല്ലേ വരുന്നത് എല്ലാ കേസിലും. നമുക്ക് ധൈര്യമായിട്ട് പറയാം എന്ത്? ഫ്ലക്സ് ഇൻ ദി കോയിൽ ഈസ് പ്രൊപ്പോർഷണൽ ടു കറണ്ട്. കറണ്ടിന് എങ്ങനെയാണ് റിലേഷൻ? കറണ്ടുമായിട്ടുള്ള റിലേഷൻ എങ്ങനെയാണ് ഫ്ലക്സ്? കറണ്ടുമായിട്ട് എങ്ങനെയാണ് റിലേഷൻ മാഗ്നറ്റിക് ഫീൽഡ്? Magnetic field is proportional to current. That is always true. Okay, magnetic field is proportional to current due to a current carrying coil, due to a straight conductor, due to a solenoid, whatever it may be. The magnetic field at a point due to a current carrying material is always proportional to current. So flux is always proportional to what? Flux is always proportional to current. ബാക്കിയുള്ള സംഭവങ്ങൾ അപ്പുറത്തുണ്ടാവും. Okay, flux is proportional to current എന്ന് നമുക്ക് പറയാം. So we say that the flux linked with the coil is proportional to the current. Translate: flux linked with the coil is proportional to current. അപ്പോൾ ഒരു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് കൊണ്ടുവരണം. എന്തിനു ഒഴിവാക്കാൻ വേണ്ടിയിട്ട്? പ്രൊപ്പോർഷണാലിറ്റി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു കോൺസ്റ്റന്റിനെ കൊണ്ടുവരണം. That constant is called L. L is called self-inductance. L is called self-inductance. Okay. L is called self-inductance. ഇത്രയേ ഉള്ളൂ എന്തെന്ന് പറയുന്നത്, സെൽഫ് ഇൻഡക്റ്റൻസ് എന്ന് പറയുന്ന ടോപ്പിക്. ഇനി ഇതിന് ബാക്കി പറയാനുണ്ട് കേട്ടോ. ഇതാണ് സെൽഫ് ഇൻഡക്റ്റൻസിന്റെ ഡെഫിനിഷൻ. ഓക്കെ, ജസ്റ്റ് ഇങ്ങനെ നോട്ട് ചെയ്ത് വെച്ചു. എഴുതിയോ? ദി മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ കോയിൽ. കോയിൽ തന്നെ ആവണമെന്നില്ല കേട്ടോ. മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ കോയിൽ is proportional to the current. Is proportional to the current in the coil. Is proportional to the current in the coil. Proportional to the current. So the magnetic flux linked with the coil due to its own current. The magnetic flux linked with the coil due to its own current. Due to its own current. Linked with the coil due to its own current will be what?
with its own current will be proportional to current. Will be proportional to I. Will be proportional to. So phi is proportional to I. Magnetic flux is proportional to I. Magnetic flux is proportional to I എന്ന് പറയാം. Magnetic flux is proportional to I. So the flux linked with this phi is equal to Li, where L is called Henry. L is called Henry. L is called self-inductance. L in the unit ആണ് എന്ത് എന്ന് പറയുന്നത്? യൂണിറ്റ് ആണ് ഹെൻറി. L യൂണിറ്റ് ആണ് ഹെൻറി. ഇപ്പൊ നമ്മൾ ഹെൻറി എവിടെയാണ് പഠിച്ചത്? തുടക്കത്തിൽ പറഞ്ഞില്ലായിരുന്നു ഹെൻറീസ് എക്സ്പെരിമെന്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട്. ആ ഹെൻറി ആണ് ഇൻഡക്ടൻസ്. ഓക്കെ, സോ ഇതാണ് സെൽഫ് ഇൻഡക്ടൻസ് എന്ന് പറയുന്ന സംഭവം. അപ്പൊ നമുക്കൊന്ന് നോക്കാം. അടുത്തത് സെൽഫ് ഇൻഡക്ടൻസ് ഓഫ് എ സോളിനോയിഡ് ആണ് നമ്മൾ ഡിറൈവ് ചെയ്യുന്നത്. സെൽഫ് ഇൻഡക്ടൻസ് നമുക്ക് മെയിൻ ആയിട്ട് ഒരു ക്വാണ്ടിറ്റി സോളിനോയിഡ് അല്ലെങ്കിൽ ഒരു കോയിലിന്റെ സെൽഫ് ഇൻഡക്ടൻസ് മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. വേറെ ഇൻസ്ട്രുമെന്റ്സ് നമുക്ക് പഠിക്കാൻ തൽക്കാലമില്ല. നമുക്ക് സെൽഫ് ഇൻഡക്ടൻസ് ഓഫ് എ സോളിനോയിഡ്, ഒരു ഐഡിയൽ സോളിനോയിഡിന്റെ സെൽഫ് ഇൻഡക്ടൻസ് ആണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, നമ്മളൊരു ഐഡിയൽ സോളിനോയിഡ് കൺസിഡർ ചെയ്യണം. കൺസിഡർ ആൻ ഐഡിയൽ വെരി നാരോ ഐഡിയൽ സോളിനോയിഡ്, ഇൻഫൈനൈറ്റ് സോളിനോയിഡ് ആണ് നമ്മളോട് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ റേഡിയസ് വിൽ ബി വെരി വെരി ലെസ് ദാൻ ഇറ്റ്സ് ലെങ്ത്. റേഡിയസ് അതിന്റെ ലെങ്തിനായിട്ട് വളരെ ചെറുതായിട്ടുള്ളതാണ് നമ്മളോട് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ടോട്ടൽ ലെങ്ത് ഞാൻ തൽക്കാലം L എന്നെടുക്കും. ടേക്കിംഗ് ദി ടോട്ടൽ ലെങ്ത് as L and N is the total number of turns. N is the total number of turns. Small n എന്ത് വരും? Number of turns per unit. Small n will be number of turns per unit length. Okay. Now ഇതിലൂടെ ഒരു കറണ്ട് പാസ് ചെയ്തു, സോളിനോയിഡിലൂടെ ഒരു കറണ്ട് പാസ് ചെയ്തു. അപ്പൊ അത് കാരണം ഉള്ളിൽ എന്ത് ഫ്ലക്സ് ഉണ്ടാവും? അതിനകത്ത് കറണ്ട് മാറ്റി നിർത്തി ബാക്കിയുള്ള പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ആണ് എന്ത് എന്ന് പറയുന്നത്? സെൽഫ് ഇൻഡക്ടൻസ് എന്ന് പറയുന്നത്. സോ അപ്പൊ അതിനകത്ത് ഉണ്ടാകുന്ന ഫീൽഡ് എന്തായിരിക്കും? കറണ്ട് പാസ്. വാട്ട് ഇസ് ദി ഫീൽഡ് ഇൻസൈഡ് ആൻ ഇൻഫൈനൈറ്റ് സോളിനോയിഡ്? ഫീൽഡ് ഇൻസൈഡ് ആൻ ഇൻഫൈനൈറ്റ് സോളിനോയിഡ് നമ്മൾ എത്രയാണ് കൺസിഡർ ചെയ്യുന്നത്? സോളിനോയിഡിന്റെ ഉള്ളിലുള്ള ഫീൽഡ് പഠിക്കാൻ പറഞ്ഞല്ലേ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിലേഷൻ അല്ലേ? ഫീൽഡ് ഇൻസൈഡ് സോളിനോയിഡ് എന്താ വരിക? μ0 ni. μ0 ni. That is μ0 ni. ഫീൽഡ് കിട്ടും. Now ഫ്ലക്സ് എന്താ വരിക? വാട്ട് വിൽ ബി ദി ഫ്ലക്സ്? phi is equal to n into ഏരിയ. ഓരോ ലൂപ്പ് എടുക്കുമ്പോഴും അതിന്റെ ഏരിയ എന്താണ്? ഫ്ലക്സിന് ഏരിയ നോർമൽ ആയിട്ട് തന്നെയാണ്. ഫീൽഡ് ലൈൻസിന് നോർമൽ ആയിട്ട് തന്നെയാണ് പ്ലെയിൻ ഉള്ളത്, അല്ലെങ്കിൽ ഏരിയ വെക്ടർ ഫീൽഡ് ലൈൻസിന്റെ സെയിം ഡയറക്ഷൻ. NBA cos 0 തന്നെയാണ് വരുന്നത്. It will be NBA cos 0. So it will be n into b എന്താണ്? μ0 ni. ആംഗിൾ 0 ആയിരിക്കും into ഏരിയ എന്ന് പറയും. μ0 ni into area. ഇതിനകത്ത് വേണമെങ്കിൽ സ്മോൾ എന്നിന് വേണമെങ്കിൽ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? ഏരിയ എത്ര കേസിൽ πr² എന്ന് വരും. സ്മോൾ എന്നിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ക്യാപിറ്റൽ n/l എന്ന് വേണമെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. So this will be μ0 n²/l into area πr². Area πr² into I into I. മനസ്സിലായോ? into I. ഓക്കെ, സോ ഈ ബാക്കിയുള്ള ഈ ടേം ആണ് എന്ത് എന്ന് പറയുന്നത്? സെൽഫ് ഇൻഡക്ടൻസ് L എന്ന് പറയുന്നത്. ആ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ആയിട്ട് ഈ സോളിനോയിഡിന്റെ കേസിൽ ഏതാണ് വരുന്നത്? μ0 n²/l into πr². ഇതൊരു ഇക്വേഷൻ. ഓക്കെ, സോ phi can be written as, phi അല്ല, L can be written as μ0
n square pi r square divided by n. That is one. Small. That is one equation. ഇനി വേണമെങ്കിൽ n ന് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? സ്മോൾ n into l എന്നായിരിക്കും കൂടെ. Where n is the small n is the number of turns per unit length. Small n എന്താണ്? Number of turns per unit length. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്താ കിട്ടാൻ പോകുന്നത്? n ന് അപ്പൊ മുകളിലൊരു n സ്ക്വയർ l സ്ക്വയർ എന്ന് വരും. താഴെ എന്തുണ്ട്? താഴെ എന്തുണ്ട്? l ഉണ്ട്. അപ്പൊ അത് ക്യാൻസൽ ചെയ്തു. സോ mu 0 n സ്ക്വയർ l into pi r square. That is one another equation. Mu 0 n square l into pi r. Now what is this l into pi r square term? L into pi r square term എന്താണ്? Length into pi r square. What is that? എന്താ വരാം പെട്ടെന്ന് പറഞ്ഞേ? Volume. Okay, that will be volume. Okay. So that is L can be written as mu 0 n square volume. Okay. So ഈ മൂന്ന് ഇക്വേഷൻസും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി യൂസ് ചെയ്യേണ്ട സിറ്റുവേഷൻസ് വരും. ഏതെങ്കിലും ഒരു ഇക്വേഷൻ പഠിച്ചു വെച്ചിട്ട് ബാക്കിയുള്ളത് അതിൽ നിന്ന് ഡിറൈവ് ചെയ്യാവുന്നേ ഉള്ളൂ. വളരെ സിമ്പിൾ ആണ് ഈ സംഗതി. ഡെറിവേഷൻ വളരെ സിമ്പിൾ ആണ്. എന്താണ് സെൽഫ് ഇൻഡക്റ്റൻസ്? ഫ്ലക്സ് നമുക്ക് ഒരു സം കോൺസ്റ്റന്റ് ഇത് കറണ്ട് നേടാൻ പറ്റും. അപ്പോൾ ആ സോളിനോഡിന്റെ ഉള്ളിൽ ഫീൽഡ് അറിയാം, ഏരിയ അറിയാം, ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് ഉണ്ടെന്നുണ്ടെങ്കിൽ NBA ആയിരിക്കും എന്ത് വരിക? ഫ്ലക്സ് വരും. അതിനകത്ത് ബി അറിയാം, mu 0 n i. n ക്യാപിറ്റൽ n തന്നെ, ഏരിയ സ്ഥിരമായിട്ട് എൻ്റെ ഒരു ഓർമ്മ. ഞാൻ എഴുതിയ കാലത്തൊക്കെ സ്ഥിരമായിട്ട് ഹാഫ് ഇയർലി എക്സാമിനും എന്നൊക്കെ ചോദിക്കാറുണ്ടായിരുന്നു ഇതിന്റെ ഡെറിവേഷൻ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡെറിവേഷൻ ആണ് ഇതിനകത്ത് വരുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് സെൽഫ് ഇൻഡക്റ്റൻസ്. ഇതാണ് സെൽഫ് ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നത്. സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് എ കോയിൽ വിൽ ബി ദിസ്. ഇനി അടുത്ത ക്വാണ്ടിറ്റി നമുക്ക് പഠിക്കാൻ പറ്റുന്നത് മ്യൂച്വൽ ഇൻഡക്റ്റൻസ്. മ്യൂച്വൽ ഇൻഡക്റ്റൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, സപ്പോസ് ഞാൻ ഇവിടെ ഒരു കോയിൽ ഇതിലൂടെ കറണ്ട് പാസ്, ഇവിടെ അപ്പുറത്ത് മറ്റൊരു കോയിൽ, ഇതിലൂടെ കറണ്ട് പാസ് ചെയ്യുന്നുണ്ട്, അപ്പുറത്തൂടെ കറണ്ട് പാസ് ചെയ്യാതിരിക്കുക എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ. ഇതിലൂടെയുള്ള കറണ്ട് കാരണം മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാ ഉണ്ടാവുക? ഞാൻ കറണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷൻ എടുക്കുന്നുണ്ട്. ഇതിലൂടെയുള്ള കറണ്ട് കാരണം ഫീൽഡ് ലൈൻസ്, ഇവിടുത്തെ ഫീൽഡ് ലൈൻസ് സെന്ററിലൂടെ പാസ് ചെയ്യുന്ന ഫീൽഡ് ഇങ്ങനെ ഉണ്ടാവും. ഇതാണ് സെന്റർ. ഇതിന്റെ സെന്റേഴ്സ് മാച്ച് ചെയ്യണമെന്നൊന്നും കേട്ടോ. സെന്ററിലൂടെ പാസ് ചെയ്യുന്ന ഫീൽഡ് ലൈൻസ് ഇങ്ങനെ ഉണ്ട്. ബാക്കിയുള്ള ഫീൽഡ് ലൈൻസ് ഇപ്പൊ ഇവിടെ ഉള്ള ഈ സർക്കംഫറൻസിലുള്ള ഫീൽഡ് ലൈൻസ് ഇങ്ങനെയാണ്. പിന്നെ ബാക്കിയുള്ള ഫീൽഡ് ലൈൻസ് അതിനനുസരിച്ച് ഇങ്ങനെ പോകുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് ഫീൽഡ്, മാഗ്നറ്റിക് ഡൈപോൾ പോലെ ഇങ്ങനെ ഒരുപാട് ഫീൽഡ് ലൈൻസ്. ഇങ്ങനെയാണ് ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഉണ്ടാവും. ഒരു മാഗ്നറ്റ് വെച്ച പോലെ തന്നെ ഒരു കറണ്ട് ക്യാരിയിങ് ലൂപ്പ് ആക്ച്വലി എന്താണ്? ഇറ്റ്സ് എ മാഗ്നറ്റിക് ഡൈപോൾ. സോ അത് കാരണം ഇങ്ങനെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഉണ്ട്. അപ്പൊ ഈ ഫീൽഡ് ലൈൻസ് എന്ത് ചെയ്യുന്നുണ്ട്? അപ്പുറത്തെ കോയിലിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്? പാസ് ചെയ്ത് പോകുന്നുണ്ട്. സോ ഇത് ഫസ്റ്റ് കോയിൽ, ഇത് സെക്കൻഡ് കോയിൽ. അഗെയിൻ അപ്പുറത്ത് നമ്മൾ എന്ത് ചെയ്യണം? ബി ഡോട്ട് എ ചെയ്യണം, അല്ലെങ്കിൽ ബി ഡോട്ട് ഡി എ ഇന്റഗ്രേറ്റ് ചെയ്താലാണ് നമുക്ക് ടോട്ടൽ ഫ്ലക്സ് കിട്ടുക. ആര് കാരണമുള്ള ഫീൽഡാണ് ഇവിടെ? ഫസ്റ്റ് കോയിൽ കാരണം സെക്കൻഡ് കോയിലിൽ ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡ്. അല്ലെ, ദി ഫീൽഡ് ഡ്യൂ ടു ഫസ്റ്റ് കോയിൽ ഫീൽഡ് ഡ്യൂ ടു ഫസ്റ്റ് കോയിൽ ഓൺ ദി സെക്കൻഡ് കോയിൽ. സെക്കൻഡ് കോയിലിന്റെ റീജിയനിൽ ഫസ്റ്റ് കോയിൽ എന്തുണ്ടാകും? ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകും. ആ മാഗ്നറ്റിക് ഫീൽഡ് കാരണം എന്തുണ്ടാവും? സെക്കൻഡ് കോയിലിൽ ഒരു മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടാവും. മനസ്സിലായോ? സെക്കൻഡ് കോയിലിൽ ഒരു മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടാവും. സോ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മ്യൂച്വൽ ഇൻഡക്റ്റൻസ്.
ഒരു കോയിലുള്ള കറണ്ട് കാരണം അപ്പുറത്തെ കോയിലിൽ എന്തുണ്ടാവുന്നു? ഫ്ലക്സ് ഉണ്ടാവുന്നു. നേരത്തെ പറഞ്ഞ സെൽഫ് ഇൻഡക്ടൻസ് എന്തായിരുന്നു? ഒരു കോയിലുള്ള ഫ്ലക്സ് കാരണം കറണ്ട് കാരണം അതിൽ തന്നെ ഇതിനകത്തും സെൽഫ് ഇൻഡക്ടൻസ് ഉണ്ട് അല്ലെ? ഫസ്റ്റ് കോയിലിന് എന്തുണ്ട്? അത് കാരണമുള്ള സെൽഫ് ഇൻഡക്ടൻസ് അതിനകത്തുണ്ട്. അതല്ല നമ്മളിവിടെ ബോധർ ചെയ്യുന്നത്. അതിലുള്ള കറണ്ട് കാരണം അപ്പുറത്തെ കോയിലിൽ എന്ത് ഫ്ലക്സ് ഉണ്ടാവും? മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടാവും. അതിനെയാണ് നമ്മൾ മ്യൂച്വൽ ഇൻഡക്ടൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് കോൾഡ് മ്യൂച്വൽ ഇൻഡക്ടൻസ്. അപ്പൊ അത് ചെയ്യാൻ എന്ത് വേണ്ടി വരും? അപ്പുറത്തെ മാഗ്നറ്റിക് ഫീൽഡ് അല്ലെ? ഫസ്റ്റ് കോയിൽ അവിടെ എന്ത് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കുന്നു? അതിനെ നമ്മൾ ബി ഡോട്ട് എ ചെയ്യണം, അല്ലെങ്കിൽ ബി ഡോട്ട് ഡി എനെ ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് ടോട്ടൽ ഫ്ലക്സ് നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും. ഓക്കെ, അതാണ് അവിടുത്തെ സിറ്റുവേഷൻ. എനിവേ, ഏതാണെങ്കിലും എവിടുത്തെ ഫീൽഡാണെങ്കിലും അതും ഫീൽഡും കറണ്ടും തമ്മിലുള്ള റിലേഷൻ എപ്പോഴും എന്താണ്? റിലേഷൻ ബിറ്റ്വീൻ ഫീൽഡ് ആൻഡ് കറണ്ട്. ഫീൽഡ് ഈസ് ആൾവേസ് പ്രൊപ്പോർഷണൽ ടു കറണ്ട്. ബാക്കിയെല്ലാം ജോമെട്രിക്കൽ ഫാക്ടേഴ്സ്. ബാക്കി ഡിസ്റ്റൻസിനനുസരിച്ചും ആംഗിളിനനുസരിച്ചിട്ട് അത് വേരി ചെയ്യാം. ദാറ്റ് ആർ ഓൾ ജോമെട്രിക്കൽ ഫാക്ടേഴ്സ്. കറണ്ടുമായിട്ടുള്ള റിലേഷൻ എന്താണ്? ഫീൽഡ് ഈസ് പ്രൊപ്പോർഷണൽ ടു കറണ്ട്. ഓക്കെ, ഫീൽഡ് ഈസ് പ്രൊപ്പോർഷണൽ ടു കറണ്ട്, സോ ദി ഫ്ലക്സ് ഓൾസോ വിൽ ബി പ്രൊപ്പോർഷണൽ ടു കറണ്ട്. ബാക്കിയുള്ളതൊക്കെ അതിന്റെ ഓറിയന്റേഷനും അതേപോലെ എത്ര ഡിസ്റ്റൻസിലാണ് നിൽക്കുന്നത് എന്നുള്ളതൊക്കെ ജോമെട്രിക്കൽ ഫാക്ടേഴ്സ് ആണ്. ദാറ്റ് വി ആർ നോട്ട് ബോതേർഡ്. ആസ് ഓഫ് നൗ വി ആർ നോട്ട് ബോതേർഡ്. അത് മ്യൂച്വൽ ഇൻഡക്ടൻസ് പറയുന്ന ആ ടേമിൽ വരും, അല്ലെങ്കിൽ ഇൻഡക്ടൻസിൽ വരും. കറണ്ടുമായിട്ടുള്ള റിലേഷൻ ദാറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദി magnetic field is proportional to the current, so flux will be proportional to the current. ജസ്റ്റ് ഇങ്ങനെ എഴുതിക്കും എന്താണ് മ്യൂച്വൽ ഇൻഡക്ടൻസ്. ഇൻ ദി ഫിഗർ വരച്ചിട്ട് പെട്ടെന്ന് മുമ്പത്തൊക്കെ എഴുതിയല്ലേ, ഞാൻ നോട്ടൊന്നും പറഞ്ഞിട്ടില്ല, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് പോയാൽ മതി. ദി ഫിഗർ, due to the current in the first coil, a magnetic field is created in the region of coil 2. A magnetic field is created in the region of coil 2, അല്ലെങ്കിൽ second coil. Okay. Due to this, there is magnetic flux in the second coil. This flux in the second coil, is proportional to the current in the first coil. This flux in the second coil is proportional to the current in the first coil. And the figure proportional to the current in the first coil. Second. Current in the first coil. So phi 2 can be written as phi 2 എങ്ങനെ എഴുതാൻ പറ്റും? Phi 2 can be written as M12 into phi. M12 into phi. നമ്മൾ സാധാരണ M എഴുതുള്ളൂ. Okay, what is M12? M12 is called mutual inductance of 2 due to 1.
1 കാരണമുള്ള മ്യൂച്വൽ ഇൻഡക്ടൻസ് ഓഫ് 2 due to 1. 1 കാരണം 2ലുള്ള അതിനെയാണ് M12 എന്ന് പറയുന്നത്. സോ 5 is equal to into എന്തല്ല I1 അല്ല എന്താ പറയുക or simply നമ്മൾ ഇങ്ങനെ എഴുതും 5 is equal to some constant M into I1 where M is called mutual inductance between the coils എന്നേ പറയുള്ളൂ. M21 ഉണ്ട് M12 ഉണ്ട്. M21 എന്തായിരിക്കും രണ്ടാമത്തെ കോയിലുള്ള കറണ്ട് കാരണം ഫസ്റ്റ് കോയിലിൽ എങ്ങനെ ഫ്ലക്സ് വരും അതായിരിക്കും M21 വരും. മനസ്സിലായി? ഇത് നമ്മൾ ചെയ്ത് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും M21 ഉം M12 ഈക്വൽ ആണ് നമുക്ക് കിട്ടും. അപ്പൊ നമ്മൾ M21 ഉം M12 സ്ഥിരമായിട്ട് എഴുതില്ല, M എന്ന് മാത്രമേ എഴുതുള്ളൂ. ബോത്ത് ആർ സെയിം എന്ന് നമുക്ക് ഡിറൈവ് ചെയ്ത് പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പൊ ഫൈനലി നമ്മൾ MI1 എന്ന് മാത്രമേ എഴുതുള്ളൂ. ബിക്കോസ് M12 is equal to M21 എന്നാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് സോ M12 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും M12 is 5 divided by I1. അങ്ങനെയാണെങ്കിൽ M21 എന്തായിരിക്കും എന്ന് പറഞ്ഞാൽ M21 എന്തായിരിക്കും M21 will be 5 divided by I2. ഫസ്റ്റ് കോയില് സെക്കൻഡ് കോയിലിലെ കറണ്ട് കാരണം എന്ത് ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നു മനസ്സിലായി? ഇതാണ് മ്യൂച്വൽ ഇൻഡക്ടൻസ്. നമുക്ക് പ്രൂവ് ചെയ്ത് വരുമ്പോൾ M12 is equal to M21 എന്ന് കിട്ടും. അത് നമുക്കൊന്ന് പ്രൂവ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ ഇങ്ങനെ എഴുതിക്കോ മ്യൂച്വൽ ഇൻഡക്ടൻസ്. മ്യൂച്വൽ ഇൻഡക്ടൻസിൽ നമുക്ക് അധികം ഒന്നും പഠിക്കാനില്ല. സെൽഫ് ഇൻഡക്ടൻസിൽ ഞാൻ അവിടെ നിർത്തിയെന്നേ ഉള്ളൂ, പക്ഷെ അതിന്റെ ബാക്കി ഇനി പറയാനുണ്ട്. ഞാൻ മ്യൂച്വൽ ഇൻഡക്ടൻസ് പറഞ്ഞിട്ട് അതിന്റെ ബാക്കി പറയാമെന്ന് വിചാരിച്ചു. മ്യൂച്വൽ ഇൻഡക്ടൻസ് ഓഫ് 2 coaxial solenoids. Mutual inductance of 2 coaxial solenoids. So 2 coaxial solenoids. So this is our first solenoid. Okay. ഇതിന്റെ ഉള്ളിൽ മറ്റൊരു സോളിനോയിഡ്. ഇതിന്റെ ഉള്ളിൽ വേറൊരു ചെറിയൊരു സോളിനോയിഡ്. ഓക്കെ, ഇനി ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ഇതാണ് 1 എന്ന് വിചാരിച്ചു. ഈ ഉള്ളിലുള്ള ഈ സംഭവമാണ് രണ്ടാമത്തെ കോയിലായിട്ട് ഞാൻ കൺസിഡർ ചെയ്തത്. ഫസ്റ്റ് വണ്ണിന്റെ റേഡിയസ് R1, സെക്കൻഡ് വണ്ണിന്റെ റേഡിയസ് R2. ഫസ്റ്റ് വണ്ണിന്റെ നമ്പർ ഓഫ് ടേൺസ് N1, നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് N1. സെക്കൻഡ് വണ്ണിന്റെ നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് N2. രണ്ടിന്റെയും ലെങ്ത് ഓൾമോസ്റ്റ് സെയിം ആണ്. ഓക്കെ, ലെങ്ത് സെയിം ആയിട്ടാണ് എടുക്കുന്നത്. ലെങ്ത് ഓഫ് ബോത്ത് ആർ സെയിം. ഞാൻ ആദ്യം കണ്ടുപിടിക്കാൻ പോകുന്നത് ഇതിലൂടെ I1 എന്ന് പറയുന്ന കറണ്ട് പാസ് ചെയ്യും. ഇതിലൂടെ ഔട്ടർ കോയിലൂടെ I1 എന്ന് പറയുന്ന കറണ്ട് പാസ് ചെയ്യും. ഔട്ടർ കറണ്ടിലൂടെ I1 എന്ന് പറയുന്ന കറണ്ട് പാസ് ചെയ്യും. അത് കാരണം ഉള്ളിലത്തെ ഇതിൽ എത്ര ഫ്ലക്സ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു അതല്ലേ മ്യൂച്വൽ ഇൻഡക്ടൻസിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സെൽഫ് ഇൻഡക്ടൻസ് ആണെന്നുണ്ടെങ്കിൽ I1 കാരണം അതിന്റെ ഉള്ളിൽ തന്നെ എത്ര ഫ്ലക്സ് ഉണ്ടാക്കുന്നു അതാണ് മ്യൂച്വൽ ഇൻഡക്ടൻസ് സെൽഫ് ഇൻഡക്ടൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിനകത്ത് I1 കാരണം ഉള്ളിലുള്ള ലൂപ്പ്, അതായത് സെക്കൻഡ് കോയിൽ, ആ ഗ്രീൻ കോയിലിൽ എത്ര ഫ്ലക്സ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു അതാണ് നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ സെക്കൻഡ് കോയിലിൽ എത്ര ഫ്ലക്സ് വരും അതാണ് നമ്മൾ ചിന്തിക്കുന്നത്. സോ 5 is equal to സെക്കൻഡ് കോയിലിന്റെ ഫ്ലക്സ്. അതിനെന്ത് വേണം? നമ്പർ ഓഫ് ടേൺസ് ഓഫ് സെക്കൻഡ് കോയിൽ N2 into field due to first coil into area of second coil. അല്ലേ? മനസ്സിലായോ? ഫസ്റ്റ് കോയിൽ കാരണമുള്ള ഫീൽഡ് അല്ലേ ഇതിനകത്ത് ഫ്ലക്സ് ഉണ്ടാക്കുന്നത്. സെക്കൻഡ് കോയിൽ എത്ര ഫ്ലക്സ് ഉണ്ടാക്കുന്നു എന്നാണ് നമ്മൾ നോക്കുന്നത്. സോ ദിസ് ഈസ് N2 into ഫസ്റ്റ് കോയിൽ ഉണ്ടാക്കുന്ന ഫീൽഡ് എന്താ വരാം? μ0 N1 N1 I1. A2 എന്താ വരാം? പൈ R2 0 N1 I1 പൈ R2 സ്ക്വയർ. ഇനി വേണമെങ്കിൽ N2 എന്താ എഴുതാം? N2 is equal to small n2 into N1.
സ്മോൾ n2 into n. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് കിട്ടാൻ പോകുന്നത് μ0 n1 n2 pi r2 square. μ0 n1 n2 pi r2 square. ബാക്കി എന്തുണ്ടോ ഇൻറ്റു i1 ഇത്രയല്ലേ ഉള്ളൂ. ഇൻറ്റു ഒരു എല്ലാം കൂടി വരും അല്ലേ, pi r2 square ഇൻറ്റു l ഇൻറ്റു i1. ഇതിനകത്ത് ഇതല്ലേ നേച്ചർ ഇൻഡക്റ്റൻസ് എന്ന് പറയുന്ന ടേം. വാട്ട് ഈസ് ദിസ് ടേം? ദിസ് ടേം ഈസ് m1. So m12 is μ0 n1 n2 pi r2 square into length. ഇതാണ് m12. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് സെയിം സംഭവം തന്നെ m21 കണ്ടുപിടിക്കും. m21 കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ ഈ സംഭവത്തിനെ കണ്ടെടുക്കാം. ഇതിനവിടെ കൊണ്ടുവന്നു. ഇതിനകത്ത് ഇനി എന്ത് ചെയ്യണം? കറണ്ട് ഏതിലൂടെ പാസ് ചെയ്യിക്കണം? കറണ്ട് ഈ ഉള്ളിലുള്ള കറണ്ട് സോളിനോട്ടിലൂടെ കറണ്ട് പാസ്. I2 എന്ന് പറയുന്ന കറണ്ട് ഉള്ളിലുള്ള സോളിനോട്ട് കാണിക വസ്തുണ്ട്. ഈ ഉള്ളിലുള്ളതിനകത്ത് I2 എന്ന് പറയുന്ന കറണ്ട് ഉള്ളിലുള്ള സോളിനോട്ടിലൂടെ പാസ് ചെയ്യും. ഓക്കെ, അത് കാരണം പുറത്തുള്ള ലൂപ്പിൽ അല്ലെ, ആ ഔട്ടർ ലൂപ്പിൽ ടോട്ടൽ എത്ര ഫ്ലക്സ് ഉണ്ടാവും, അതാണ് നമ്മളിവിടെ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നേരത്തും ഇതും തമ്മിലൊരു വ്യത്യാസമുണ്ട്. നേരത്തെ നമ്മൾ φ2 എഴുതിയത് n2 അതിന്റെ നമ്പർ ഓഫ് ടേൺസ് ഇൻറ്റു v1 ഫസ്റ്റ് കാരണം അതിലുണ്ടാകുന്ന ഫ്ലക്സ് ഇൻറ്റു a2 ആണ് ചെയ്തത്. ഇവിടെ ഞാൻ ചെയ്യാൻ പോകുന്നത് φ1 ചെയ്യാൻ പോകുന്നത് φ1 is n1 ഇൻറ്റു b2 ഇൻറ്റു ഏത് ഏരിയ ആയിരിക്കും ഞാൻ ചെയ്യാൻ പോകുന്നത്? n1 ഇൻറ്റു b2 ഇൻറ്റു ഏത് ഏരിയ ആയിരിക്കും? a1 ആണോ a2 ആണോ എടുക്കുക? a1 ആണോ a2 ആണോ എടുക്കുക? നേരത്തെ ചെയ്ത ഓർമ്മയില്ലേ? n b ഡോട്ട് a ആണ്. പക്ഷെ അപ്പോ അതിനകത്ത് ഉള്ളിലുള്ള ലൂപ്പിന്റെ ഏരിയ ആണ് നമ്മൾ നേരത്തെ എടുത്തത്. ഇവിടെ ഫ്ലക്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് n1, അതായത് ഫസ്റ്റ് കോയിലിൽ രണ്ടാമത്തെ കറണ്ട് കാരണം എന്ത് ഫ്ലക്സ് ഉണ്ടാവുന്നതാണ് കണ്ടുപിടിക്കുന്നത്. സോ φ1 എന്ന് പറയുന്നത്, അതായത് ഫസ്റ്റ് ലൂപ്പിൽ ഉണ്ടാകുന്ന ഫ്ലക്സ്, ഔട്ടർ ലൂപ്പിൽ ഉണ്ടാകുന്ന ഫ്ലക്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എന്താണ് n1 ഇൻറ്റു സെക്കൻഡ് കോയിൽ കാരണം ഫസ്റ്റ് കോയിൽ എന്ത് ഫ്ലക്സ് ഉണ്ടാവും അതാണ് നമുക്ക് ഇവിടെ n1 ഇൻറ്റു b2 ഇൻറ്റു എന്താ വരിക? a1 ആണോ a2 ആണോ വരിക? പറഞ്ഞ എന്തായാലും പറഞ്ഞു, a1 ആണോ a2 ആണോ വരിക? ചോദിക്കുന്നതിന് എന്തെങ്കിലും ട്വിസ്റ്റ് ഉണ്ടാവുമല്ലോ, അതുകൊണ്ടാണോ a2 എന്ന് പറഞ്ഞത്? a1 ആണോ a2 എന്നാണോ വരേണ്ടത്? ശരിക്കും അവിടെയും a2 എന്നാണ് വരേണ്ടത്. കാരണം എന്താണ് അതിന്റെ റീസൺ എന്ന് ചോദിച്ചാൽ, നമ്മള് പുറത്തുള്ള കോയിൽ കൺസിഡർ ചെയ്യുമ്പോൾ, ഈ കൺസിഡർ ദി കോയിൽ, ദി ബിഗർ കോയിൽ, ഇതിന്റെ ഫീൽഡ് ലൈൻസ് എങ്ങനെയുണ്ടാവുക? ഫീൽഡ് ലൈൻസ് ഇതിന്റെ ഉള്ളിൽ ആൾമോസ്റ്റ് യൂണിഫോം ആയിട്ടാണ്. ഒരു ഇൻഫൈനൈറ്റ് അല്ലെങ്കിൽ അത്യാവശ്യം വെരി ലോങ് സോളിനോയിഡ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഉള്ളിൽ മാത്രമേ ഫീൽഡ് ലൈൻസ് ഉള്ളൂ. ഔട്ട്സൈഡ് ഫീൽഡ് ലൈൻസ് 0 ആണ്. ഔട്ട്സൈഡ് ഫീൽഡ് ആൾമോസ്റ്റ് 0 ആണ്. ഔട്ട്സൈഡ് ഫീൽഡ് ഈസ് 0. സോളിനോയിഡിന്റെ ഉള്ളിൽ മാത്രമേ നമ്മൾ എന്ത് കൺസിഡർ ചെയ്യാറുള്ളൂ? ഫീൽഡ് കൺസിഡർ ചെയ്യാറുള്ളൂ. അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെറിയ ലൂപ്പ് ഇതിന്റെ ഉള്ളിൽ കൊണ്ടുപോയി വെച്ചാൽ ചെറിയ ലൂപ്പ് കാരണമുള്ള ഫീൽഡ് എവിടെ മാത്രമേ ഉണ്ടാവുള്ളൂ? ചെറിയ ലൂപ്പ് കാരണമുള്ള ഫീൽഡ് എവിടെ മാത്രമേ ഉണ്ടാവുള്ളൂ? അതിന്റെ ഉള്ളിൽ മാത്രമേ ഫീൽഡ് ഉണ്ടാവുന്നുള്ളൂ.
മനസ്സിലായോ? അപ്പൊ ബിഗർ ലൂപ്പ് എടുക്കുമ്പോൾ ഉള്ളിലുള്ള ലൂപ്പിലുള്ള ഫ്ലക്സ് എത്രയാണെന്ന് ചോദിച്ചാൽ ആ ബിഗർ ലൂപ്പ് കാരണം ഉള്ളിലൂടെ എത്ര ഫീൽഡ് ലൈൻസ് പാസ് ചെയ്ത് പോകുന്നു? ബിഗർ ലൂപ്പ് കാരണം ഉള്ളിലുള്ള ലൂപ്പിലൂടെ എത്ര ഫീൽഡ് ലൈൻസ് പാസ് ചെയ്ത് പോകുന്നു? പക്ഷെ സ്മോളർ ലൂപ്പ് എടുക്കുമ്പോൾ എന്തുകൊണ്ടാണ് സ്മോളറിന്റെ തന്നെ ഏരിയ എടുത്തത്? എന്തുകൊണ്ടാണ് സ്മോളറിന്റെ തന്നെ ഏരിയ എടുത്തത്? അതിന്റെ ഉള്ളിൽ മാത്രമേ ഫീൽഡ് ലൈൻസ് ഉള്ളൂ. ബിഗർ ലൂപ്പിന്റെ ബാക്കിയുള്ള പുറത്തുള്ള പാർട്ടിൽ എന്തില്ല? ഫീൽഡ് ഇല്ല. പറഞ്ഞു മനസ്സിലായോ? ആ ഗ്രീൻ റീജിയനിൽ മാത്രമേ എന്തുള്ളൂ? സ്മോളർ ലൂപ്പ് കാരണം ഫീൽഡ് ഉള്ളൂ. ബിഗർ ലൂപ്പ് ആയിരുന്നെങ്കിൽ ഗ്രീൻ റീജിയനിലും ഉണ്ടായേനെ, പുറത്തുള്ള റീജിയനിലും ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് φ2 കണ്ടുപിടിക്കാൻ വേണ്ടി ഗ്രീൻ റീജിയനിലൂടെ എത്ര ഫ്ലക്സ് പാസ് ചെയ്ത് പോകുന്നു എന്നുള്ളത് മാത്രം നോക്കിയാൽ മതിയായിരുന്നു. φ1 കണ്ടുപിടിക്കാൻ വേണ്ടി ബിഗർ ലൂപ്പിൽ എത്ര ഫ്ലക്സ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ബിഗർ ലൂപ്പിലൂടെ ടോട്ടൽ എത്ര ഫീൽഡ് ലൈൻസ് പാസ് ചെയ്ത് പോകുന്നു. പക്ഷെ എല്ലാ റീജിയനിലും അവിടെ ഫീൽഡ് ലൈൻസ് ഇല്ല. ആര് കാരണം? സ്മോളർ ലൂപ്പ് കാരണം. ആര് കാരണം മാത്രമേ? എവിടെ മാത്രമേ ഉള്ളൂ? ആ സ്മോളർ ലൂപ്പിന്റെ ഇൻസൈഡ് മാത്രമേ ഉള്ളൂ. സോ അത് നോട്ട് ചെയ്ത് വെച്ചു. സോ ഇറ്റ് ഈസ് A2 itself. It is not A1, it is A2. എന്തുകൊണ്ടാണ് അതിന്റെ റീസൺ here due to smaller loop and the smaller solenoid, field is present only inside smaller loop. അതുകൊണ്ടാണ് hence we choose A2. അതുകൊണ്ടാണ് ഇവിടെ A2 ചൂസ് ചെയ്യുന്നത്. റീസൺ പറഞ്ഞ മനസ്സിലായോ? സോ φ1 will be M21 N1 B2 എത്രയാ? μ0 N2 I2 into area by R2 square തന്നെയാ. നേരത്തെ തന്നെയല്ലേ? by R2 square ആണ്. ഓക്കെ, this will be N1 എന്താ? small n into L. μ0 N1 N2 by R2 square L into I2. ഈ ടേം അല്ലേ മ്യൂച്വൽ ഇൻഡക്ടൻസ് M21 എന്ന് പറയുന്നത്. ആ കറണ്ട് ഒഴിച്ച് ബാക്കിയുള്ള ടേമാണ് എന്ന് പറയുന്നത്. So both are same. M12 is equal to M21 is equal to μ0 N1 N2 by R2 square L. So ഇത് നമ്മളിപ്പോ ഡിറൈവ് ചെയ്തത് ഏതിന് മാത്രം? സോളിനോയിഡിന്റെ കേസിലും മാത്രം ഡിറൈവ്, ബട്ട് ഇറ്റ് ഈസ് ട്രൂ ഫോർ ഓൾ കേസസ്. എല്ലാ കേസിലും ഇത് ട്രൂ ആണ്. This is true for all cases. Okay. M12 is equal to M21 is equal to M for all situations. ഏതൊക്കെ സിറ്റുവേഷൻ? രണ്ട് കോയിൽസ് തമ്മിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് എന്താണ്? മ്യൂച്വൽ ഇൻഡക്ടൻസ് is same. M12 is equal to M21 is equal to M. നമ്മൾ അതുകൊണ്ടാണ് എല്ലായിടത്തും M മാത്രമേ എഴുതുള്ളൂ. Here write only M, no M12 and M21. Okay. ഇതാണ് മ്യൂച്വൽ ഇൻഡക്ടൻസിന്റെ കേസ്. നല്ലൊരു ക്വസ്റ്റ്യൻ എഴുതി മ്യൂച്വൽ ഇൻഡക്ടൻസ്. ഞാനിവിടെ ഒരു വലിയൊരു ലൂപ്പ് IIT This is a very big loop. ഇവിടെ ഒരു സ്മോൾ ലൂപ്പ്. ഓക്കെ, ഇത് ഫസ്റ്റ് കോയിൽ. ഈ ലൂപ്പ് സ്മോൾ ലൂപ്പ് ഉള്ളതും ഇങ്ങനെ തന്നെ കേട്ടോ. ഇതിൽ കറണ്ടൊന്നുമില്ല. ഇതിലൊരു I എന്ന് പറയുന്ന കറണ്ട് ഫ്ലോ.
അല്ലെങ്കിൽ I1 അല്ലെങ്കിൽ I2 എന്ന് പറയുന്ന കണ്ടക്ടർ. ഇതിന്റെ റേഡിയസ് R ആണ്. Radius is R. The separation is X and its radius is small r. In this case, small r is very less than capital. Small r is very less than capital. Small r വളരെ ചെറിയതാണ്. ചോയ്സ് ഇതാണ്. Find the flux. First question ആയിട്ട് അവിടെ നിൽക്കട്ടെ. Due to the first coil, the second coil. Due to coil 2 on അല്ലെങ്കിൽ in coil 1. ഇതാണ് ജെയ്ക്ക് ചോദിച്ചത്. അത് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് വേറെ സിമ്പിൾ ക്വസ്റ്റ്യൻ. രണ്ട് കോയാക്സിയൽ കോയിൽസ് അല്ലെങ്കിൽ കോൺസെൻട്രിക് സർക്കുലർ കോയിൽസ് നമ്മൾ ചൂസ് ചെയ്യും. ഇതിന്റെ റേഡിയസ് R, ഇതിന്റെ റേഡിയസ് സ്മോൾ r. ഇത് ഫസ്റ്റ് കോയിൽ, ഇത് സെക്കൻഡ് കോയിൽ. Capital R is very greater than. Find the mutual inductance. Mutual inductance between the coils. Find the mutual inductance between the coils. ഇതാണ് question. This is our question. Find the mutual inductance between the coils. Small r is very less than capital R. Small r is very less than capital. അപ്പൊ ഇതിന്റെ ആൻസർ ഒന്ന് പെട്ടെന്ന് പറഞ്ഞു. പിന്നെ ആൻസർ എത്രയേ ഉള്ളൂ? M എന്ന് പറയുന്നത് ഡിറൈവ് ചെയ്ത മൊഡ്യൂളിലൊക്കെ ഈ സംഭവം ഉണ്ട്. μ0I ഇല്ല, μ0 π സ്മോൾ r സ്ക്വയർ ബൈ 2r എന്നാണ് ആൻസർ. ഇതൊന്ന് ഡിറൈവ് ചെയ്ത് പെട്ടെന്ന് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും തീരുമാനിക്കാം. ഞാൻ രണ്ട് വേ പറയാം എങ്ങനെയാണ് മ്യൂച്വൽ ഇൻഡക്ടൻസ് കണ്ടുപിടിക്കുക. ഒരു കോയിലൂടെ കറണ്ട് പാസ് ചെയ്യുക, അത് കാരണം മറ്റേ കോയിലിൽ എന്ത് ഫ്ലക്സ് ഉണ്ടാവും കണ്ടുപിടിക്കില്ല നമ്മുടെ ആവശ്യം. ഓക്കെ, അപ്പൊ ഇന്നർ കോയിൽ 2 കറണ്ട് പാസ് ചെയ്തിട്ട് അത് കാരണം പുറത്തുള്ള വലിയ കോയിലിൽ എന്ത് ഫ്ലക്സ് ഉണ്ടാവും കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് വൺ വേ. ദി അതർ വേ ഈസ് പുറത്തുള്ള വലിയ കോയിലിൽ എന്താണ് അതിലൂടെ കറണ്ട് പാസ് ചെയ്തിട്ട് എന്താണ് ഉള്ളിലുള്ള കോയിലിന് എന്ത് ഫ്ലക്സ് വരുന്നു. അതായത് ഒരു കോയിലിലൂടെ കറണ്ട് പാസ് ചെയ്തിട്ട് മറ്റേ കോയിലിന് എന്ത് ഫ്ലക്സ് വരുന്നു, അത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് മ്യൂച്വൽ ഇൻഡക്ടൻസ് കണ്ടുപിടിക്കുന്നത്. അതല്ലേ മ്യൂച്വൽ ഇൻഡക്ടൻസ് എന്ന് പറഞ്ഞാൽ. അപ്പൊ നിങ്ങൾ ഏത് ചൂസ് ചെയ്യും? പുറത്തുള്ള കോയിലിലൂടെ കറണ്ട് പാസ് ചെയ്തിട്ട് ഉള്ളിലുള്ള ഫ്ലക്സ് കണ്ടുപിടിക്കോ, ഉള്ളിലുള്ള കോയിലിലൂടെയുള്ള ഫ്ലക്സ് കണ്ടുപിടിക്കോ, അതോ ഉള്ളിലുള്ള കോയിലിലൂടെ കറണ്ട് പാസ് ചെയ്തിട്ട് പുറത്തുള്ള കോയിലിൽ ടോട്ടൽ എത്ര ഫ്ലക്സ് ഉണ്ടാവും എന്ന് കണ്ടുപിടിക്കും. ഏതാണ് നിങ്ങൾ ഇവിടെ ചൂസ് ചെയ്യുക? വിച്ച് വൺ വിൽ യു ചൂസ്? Will you pass the current through coil 1 or coil 2? That is my question. To find the flux. Coil 2 എന്ന് പറഞ്ഞു സാൻഡ്ര. വേറെ ആരെങ്കിലും ആൻസർ പറഞ്ഞു? വേറെ ആരെങ്കിലും വേറെ എന്തെങ്കിലും പറഞ്ഞു? വേറെ എന്തെങ്കിലും അല്ല, എല്ലാവരും കോയിൽ 2 എന്നാണോ? 2 കറണ്ട് പാസ് ചെയ്യിക്കുന്നാണ് പറയുന്നത് അല്ലെ? ഇത് സോളിനോഡ് അല്ല കേട്ടോ, രണ്ട് സർക്കുലർ കോയിൽസ് മാത്രമാണ്. അപ്പോ സർക്കുലർ കോയിൽ കാരണം പുറത്തും ഫീൽഡൊക്കെ ഉണ്ട്. ജനറലിൽ മാത്രമല്ല എല്ലായിടത്തും ഫീൽഡ് ഉണ്ട്. സോളിനോഡിന്റെ കേസിൽ മാത്രമേ ഞാൻ ഇത് ഇങ്ങനെ സർക്കുലർ കോയിൽ ആണെന്നുണ്ടെങ്കിൽ സെൻട്രലിലൂടെയുള്ള ഫീൽഡ് ഇങ്ങനെ ഉണ്ടാവും, ബാക്കിയുള്ളിടത്തൊക്കെ ഫീൽഡ് ലൈൻസ് ഇങ്ങനെ ഉണ്ടാവും. ഓക്കെ, പക്ഷെ അതിന്റെ വാല്യൂസ് ഒന്നും നമുക്ക് അറിയില്ല. എന്തുകൊണ്ടാണ് നിങ്ങൾ കോയിൽ 2 എടുക്കുന്ന പറഞ്ഞത്? സാൻഡ്രിൻ അതിലൊക്കെ പറഞ്ഞല്ലോ. Why did they say so? Why do we choose coil 2?
എന്തുകൊണ്ടാണ് കോയിൽ 2 ചൂസ് ചെയ്യുന്നത് പറയാനുള്ള reason. വേറെ ആർക്കെങ്കിലും കോയിൽ 1 ആൻസർ ആയിട്ട് പറയാൻ തോന്നുന്നുണ്ടോ? കോയിൽ 1 ആരെന്ന് ഫീൽഡ് പ്രൊഡ്യൂസർ ചെറുതാവുമെന്ന് വെച്ചാൽ ഫീൽഡിനൊരു വാല്യൂ ഉണ്ടാവും, അത് നമ്മൾ ചൂസ് ചെയ്യണം. ഞാൻ പറയുന്നു കോയിൽ 1 ചൂസ് ചെയ്താൽ. കോയിൽ 2 ചൂസ് ചെയ്യുകയാണെങ്കിൽ വെരി ഡിഫിക്കൽട്ട്, വി കനോട്ട് സോൾവ് ഇറ്റ്. നമ്മള് സിമ്പിൾ സംഭവം വെച്ച് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്കത് സോൾവ് ചെയ്യാൻ പറ്റില്ല. വി വിൽ ഹാവ് ടു ചൂസ് കോയിൽ 2. കോയിൽ 2 ആണ് നമുക്ക് ഇവിടെ ചൂസ് ചെയ്യാനുള്ളത്. സോറി, കോയിൽ 1-ലൂടെയുള്ള കറണ്ട് ചൂസ് ചെയ്യണം. എന്തുകൊണ്ടായിരിക്കും ഞാൻ അങ്ങനെ പറയാനുള്ള റീസൺ? അങ്ങനെ പറയാനുള്ള റീസൺ എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ആർ ഈസ് വെരി വെരി ലെസ് ദാൻ സ്മോൾ ആർ എന്ന് പറഞ്ഞിട്ട്. സോറി, സ്മോൾ ആർ ഈസ് വെരി ലെസ് ദാൻ ക്യാപിറ്റൽ ആർ എന്ന് പറഞ്ഞിട്ടുണ്ട് ക്വസ്റ്റ്യൻ. ഞാൻ അങ്ങനെ ചൂസ് ചെയ്യാനുള്ള കോയിൽ 1 ചൂസ് ചെയ്യാനുള്ള റീസൺ, കോയിൽ 2 ചൂസ് ചെയ്താൽ കോയിൽ 2 കാരണം കോയിൽ 1-ലുള്ള ഫ്ലക്സ് കണ്ടുപിടിക്കണം. വി ഹാവ് ടു ഫൈൻഡ് ദി ഫ്ലക്സ് ഇൻ ദി കോയിൽ 1. മനസ്സിലായോ? അതിനെന്ത് ചെയ്യണം? കോയിൽ 1-ല് കോയിൽ 2 കാരണം എന്ത് ഫ്ലക്സ്, എന്ത് ഫീൽഡ് ഉണ്ടാവും? കോയിൽ 1-ന്റെ ഇൻസൈഡ് റീജിയനിൽ, അതായത് കോയിൽ 1-ന്റെ ഇൻസൈഡ് റീജിയൻ എന്ന് പറഞ്ഞാല് ഈ റീജിയനിൽ, ഇത്രയും റീജിയനിൽ, ഇതാണ് കോയിൽ 1-ന്റെ ഇൻസൈഡ് റീജിയൻ. ഈ റീജിയനിൽ കോയിൽ 2 കാരണം എന്ത് ഫീൽഡ് ഉണ്ടാവുന്നത് നമുക്കറിയണം. നമുക്കറിയോ ആ ഫീൽഡ്? നമുക്ക് ആകെ കോയിലിന്റെ അല്ലെങ്കിൽ ഒരു സർക്കുലർ കോയിലിന്റെ ആക്സിസിലെ പോയിന്റിലെ ഫീൽഡ് കണ്ടുപിടിക്കാൻ മാത്രമല്ലേ നമുക്ക് അറിയുള്ളൂ. ആ ആക്സിസ് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയുള്ള ഫീൽഡ് കണ്ടുപിടിക്കാൻ നമുക്കറിയാം? ഇല്ല, അതിന്റെ ഇക്വേഷൻ നമുക്ക് അറിയില്ല. ഓക്കെ, അറിയെങ്കിൽ തന്നെ അത് കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും, കോംപ്ലിക്കേറ്റഡ് ഇക്വേഷൻ. ഓക്കെ, പക്ഷേ കോയിൽ 1 ചൂസ് ചെയ്യുമ്പോൾ എന്തെടുത്താൽ മതി? കോയിൽ 2-ന്റെ ഇൻസൈഡ് റീജിയനിൽ അതെന്ത് ഫീൽഡ് ഉണ്ടാക്കുന്നു? അത് ഈ റെഡിൽ മാർക്ക് ചെയ്തിട്ടുള്ള റീജിയൻ. കോയിൽ 2-ന്റെ ഇൻസൈഡ് റീജിയനിൽ അതെന്ത് ഫീൽഡ് ഉണ്ടാക്കുന്നു എന്ന് നമുക്ക് അറിഞ്ഞാൽ മതി. മനസ്സിലായി? ഇനി എന്ത് തന്നിട്ടുണ്ട്? ആർ ഈസ് വെരി വെരി ലെസ് ദാൻ ക്യാപിറ്റൽ ആർ എന്ന് തന്നിട്ടില്ലേ? ആർ ഈസ് വെരി വെരി ലെസ് ദാൻ ക്യാപിറ്റൽ ആർ എന്ന് തന്നിട്ടുണ്ട്. സോ കോയിൽ 2 ഈസ് വെരി സ്മോൾ കമ്പയർഡ് ടു കോയിൽ 1. കോയിൽ 2 ഈസ് വെരി സ്മോൾ കമ്പയർഡ് ടു കോയിൽ 1. അങ്ങനെയാണെങ്കിൽ കോയിൽ 2 എവിടെയാണുള്ളത്? ആൾമോസ്റ്റ് എവിടെയായിട്ട് ട്രീറ്റ് ചെയ്യാം? കോയിൽ 2-നെ എന്തായിട്ട് ട്രീറ്റ് ചെയ്യാം? Coil 2 is lying almost at the center. The entire region of coil 2 is lying almost at the center എന്ന് പറയും. അപ്പൊ കോയിൽ 2-ന്റെ ആ റീജിയനിലുള്ള ഫീൽഡ് എന്തായിട്ട് നമുക്ക് പറയാൻ പറ്റും? ഫീൽഡ് എന്തായിട്ട് എടുക്കാം? എന്തായിട്ട് അപ്രോക്സിമേറ്റ് ചെയ്യാം? അതെന്തായിട്ട് അപ്രോക്സിമേറ്റ് ചെയ്യാം? കോയിൽ 1 കാരണം കോയിൽ 1-ന്റെ സെന്ററിൽ എന്ത് ഫീൽഡ് ഉണ്ടാവോ അതായിട്ട് തന്നെ എന്ത് ട്രീറ്റ് ചെയ്യാം? മനസ്സിലായോ? കോയിൽ 1-ന്റെ സെന്ററിലുള്ള ഫീൽഡ് ആയിട്ട് അപ്രോക്സിമേറ്റ് ചെയ്യാം. കാരണം ആ കോയിൽ 2 ഈസ് വെരി സ്മോൾ കമ്പയർഡ് ടു കോയിൽ 1. കോയിൽ 2 ഈസ് വെരി സ്മോൾ കമ്പയർഡ് ടു കോയിൽ 1. മനസ്സിലായോ? സോ ദി ഫീൽഡ് ഇൻസൈഡ് ദി റീജിയൻ ഓഫ് കോയിൽ 2 can be written as mu0 I1 divided by 2R. ഇനി എന്ത് ചെയ്താൽ മതി? ഇൻറ്റു ഏരിയ ചെയ്താൽ മതി. ഓക്കെ, സോ ദാറ്റ് ഈസ് ഹൗ വി ഡു ഇറ്റ്. ഇതിനോടുള്ള കറണ്ട് I1 എന്നെടുക്കും. സോ ഫീൽഡ് അറ്റ് ദി സെന്റർ ഓഫ് ഫീൽഡ് V1 at V1 in the region of coil 2 is approximately equal to field due to 1 at the എവിടെയായിട്ട് എഴുതാം? at the center. എന്തുകൊണ്ടാണ് അങ്ങനെ എഴുതുന്നത്? ബിക്കോസ് R is very very less than R.
So phi 2 is equal to B1 into area of, that is mu 0 I by 2R central field into area എത്രയാ pi small r square. So ഇതിനകത്ത് mu 0 pi r square by 2R into I1. അപ്പൊ ബാക്കിയുള്ള ഈ ടേം ആണ് എന്തെന്ന് പറയുന്നത് മ്യൂച്വൽ ഇൻഡക്റ്റൻസ്. ഇനി ഇത് വെച്ച് നിങ്ങൾ മുകളിലത്തെ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞു. മുകളിലത്തെ ക്വസ്റ്റ്യനിൽ നിങ്ങൾ എങ്ങനെയായിരിക്കും ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പോകുന്നത്? How will you find the flux in the coil 2? അല്ല, in the coil 1 due to the small coil 2. Coil 2 കാരണം ആ വലിയതിന് എത്ര ഫ്ലക്സ് ഉണ്ടാവുന്ന നിങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കും? How will you find it? Is it possible directly കണ്ടുപിടിക്കാൻ പോസിബിൾ ആണോ? ഡയറക്ട്ലി കണ്ടുപിടിക്കുന്നത് പോസിബിൾ ആണോ? അല്ല. കാരണം എന്താ? അതിന്റെ ആക്സിസിലെ പോയിന്റ് അല്ല അല്ലെ? ആക്സിസിലെ അതായത് ആ വലിയ ലൂപ്പ് കൺസിഡർ ചെയ്യുമ്പോൾ വലിയ ലൂപ്പിലെ എല്ലാ പോയിന്റ്സും എവിടെയല്ല? സ്മോളർ ലൂപ്പിന്റെ ആക്സിസിലല്ല. പക്ഷെ നേരെ തിരിച്ച് ചിന്തിച്ചൂടെ? അല്ലെ? അവർക്കിടയിലുള്ള മ്യൂച്വൽ ഇൻഡക്റ്റൻസ് കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്താൽ മതി? ഇൻഡു കറണ്ട് ചെയ്ത ഫ്ലക്സ് കിട്ടില്ലേ? അപ്പൊ അവർക്കിടയിലുള്ള മ്യൂച്വൽ ഇൻഡക്റ്റൻസ് കണ്ടുപിടിക്കാൻ എങ്ങനെ ആയാലും മതി. ഫസ്റ്റ് കോയിലിൽ കറണ്ട് പാസ് ചെയ്തിട്ട് ഇവിടെ ഉണ്ടാകുന്ന ഫ്ലക്സ് കണ്ടുപിടിച്ചിട്ടും എന്ത് ചെയ്യാം? മ്യൂച്വൽ ഇൻഡക്റ്റൻസ് കണ്ടുപിടിക്കാം. അപ്പൊ ഫസ്റ്റ് കോയിൽ കൺസിഡർ ചെയ്യുമ്പോൾ സെക്കൻഡ് കോയിൽ ആൾമോസ്റ്റ് എവിടെയാണുള്ളത്? കംപ്ലീറ്റ്ലി സെക്കൻഡ് കോയിൽ ആൾമോസ്റ്റ് എവിടെയാണുള്ളത്? ഫസ്റ്റ് കോയിൽ കൺസിഡർ ചെയ്യുമ്പോൾ പെട്ടെന്ന് പറയും. സെക്കൻഡ് കോയിൽ ഇസ് ആൾമോസ്റ്റ് എത്തി സെന്റർ ആണ് അല്ല, ആക്സിസ്. സെക്കൻഡ് കോയിൽ ഈസ് എത്തി സെന്റർ ആക്സിസ് അല്ലെ? ആക്സിസ് ഓഫ് ദി കോയിൽ ആണ്. അപ്പൊ ആക്സിസിലെ ഫീൽഡ് നമുക്കറിയില്ലേ? അപ്പൊ എന്ത് ചെയ്യാം? ഫസ്റ്റ് കോയിലിലൂടെ ഒരു കറണ്ട് പാസ് ചെയ്യാം, I1 എന്ന് പറയുന്ന കറണ്ട് പാസ് ചെയ്യാം. അത് കാരണം ഇവിടെ എന്ത് ഫ്ലക്സ് ഉണ്ടാകുന്നു? അത് കാരണമുള്ള മ്യൂച്വൽ ഇൻഡക്റ്റൻസ് കണ്ടുപിടിക്കാം. ആ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഇൻറ്റു M ഇൻറ്റു I2 എന്ന് ചെയ്താൽ മറ്റോടത്ത് കിട്ടുന്ന ഫ്ലക്സ്. എന്നാ പെട്ടെന്ന് ചെയ്തേ. എല്ലാം പറഞ്ഞിട്ടുണ്ട്, ഹിന്റ് തന്നിട്ടുണ്ട്. പെട്ടെന്ന് ആൻസർ കണ്ടുപിടിച്ചാൽ അതിന് ആദ്യം ആക്സിലെ ഫീൽഡിന്റെ ഇക്വേഷൻ അറിയണം. ആക്സിലെ ഫീൽഡിന്റെ ഇക്വേഷൻ ആണ് ഞാൻ മാഗ്നറ്റിക്സിൽ പഠിപ്പിച്ചത്. I1 is ഞാൻ നേരത്തെ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് പറഞ്ഞത് അങ്ങോട്ട് തിരിച്ചു പോയിട്ടുണ്ട്. അതിൽ വലിയ ഇഷ്യൂ ഒന്നുമില്ല. ഞാൻ M12 ഉള്ളത് M21 ആയിരുന്നു എടുക്കേണ്ടിയിരുന്നത്. ഞാനത് DC പാർട്ടിയിൽ നോക്കിയിട്ട് പറഞ്ഞു. NCERT നേരെ തിരിച്ചാ കൊടുത്തിട്ടുള്ളത്. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. M12 M21 അങ്ങോട്ടും മാറിപ്പോയിട്ടുണ്ട്. പക്ഷെ അതിനത്ര പ്രത്യേകിച്ച് സിഗ്നിഫിക്കൻസ് ഒന്നുമില്ല. കാരണം എന്താണ്? രണ്ടും സെയിം തന്നെയാണല്ലോ. രണ്ടും സെയിം ആണ്. പ്രോബ്ലംസ് ചെയ്യുമ്പോൾ എല്ലാം സെയിം ആയിട്ട് തന്നെ വരിക. പക്ഷെ ആ കൺവെൻഷനിൽ ചെറിയൊരു മാറ്റം വന്നു പോയിട്ടുണ്ട്. NCERT കൊടുത്തിട്ടുള്ളത് എന്താണ്? NCERT കൊടുത്തിട്ടുള്ളത് നേരെ തിരിച്ചാണ്. ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചു. അതൊന്ന് ജസ്റ്റ് കറക്റ്റ് ചെയ്തു. ആക്ച്വലി ഇവിടെ φ2 എന്ന് പറയുന്നത് M21 M21 ഇൻറ്റു I1 ആണ്. ഒരു മിസ്റ്റേക്ക് ആണ്. ഞാൻ പെട്ടെന്ന് അത് DC പാനലിൽ നോക്കി പറഞ്ഞപ്പോൾ അങ്ങനെ ആയിപ്പോയതാണ്. ഞാൻ പിന്നെ എനിക്ക് ഡൗട്ട് തോന്നിയിട്ട് ഞാൻ പിന്നെ NCERT നോക്കിയപ്പോൾ അത് കുഴപ്പമൊന്നുമില്ല, നേരെ തിരിച്ചു വരികയാണ്.
സോ φ2 2 എന്ന് പറയുമ്പോൾ ആദ്യം 2 വരണം എന്ന് നോക്കാം. φ2 എന്ന് പറയുമ്പോൾ M21, അതേപോലെ φ1, അപ്പോൾ ഇത് φ2 വരുമ്പോൾ M21, ഇത് M1. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയിട്ടുണ്ടായി. സോറി ഫോർ ദാറ്റ്. This will be mutual inductance of 2 with respect to 1 എന്ന് പറയുമ്പോൾ M21. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി. അതിൽ അധികം കൺഫ്യൂഷൻ അടിക്കാനൊന്നുമില്ല. φ2 M21. ഓക്കെ, φ2 M21. അത് φ2 വരുമ്പോൾ ആദ്യം 2 വരികയെന്ന് മനസ്സിലായി. അങ്ങനെ ഓർത്ത് വെച്ചു. ഇതിന്റെ ആൻസർ കിട്ടിയോ? ഇതിന്റെ ആൻസർ കിട്ടിയോ? ഈ ക്വസ്റ്റിന്റെ ആൻസർ നമുക്ക് ജെഇ അഡ്വാൻസിൽ ചോദിച്ചു. അപ്പൊ ഫീൽഡ് അറ്റ് ദി ആക്സിസ് ഒക്കെ ഓർമ്മയില്ലേ? ഫീൽഡ് അറ്റ് ദി ആക്സിസ് ഒക്കെ ഫീൽഡ് അറ്റ് ദി ആക്സിസ് എന്തായിരുന്നു? പി ഇസ് ഈക്വൽ ടു μ0 I r square divided by 2 into r square plus x square whole raised to 3 by. അപ്പൊ നമ്മൾ നേരെ തിരിച്ചിട്ട് ചെയ്യണം. കാരണം മനസ്സിലായോ? കൺസെപ്റ്റ് മനസ്സിലായോ? എനിക്ക് തോന്നുന്നത് മ്യൂച്വൽ ഇൻഡക്ടൻസ് ഇത് വരും. മ്യൂച്വൽ ഇൻഡക്ടൻസ് μ0 r square by small r square 2 into r square plus x square whole raised to 3 by. ഇതല്ലേ മ്യൂച്വൽ ഇൻഡക്ടൻസ് കിട്ടിയ? ഇതാണോ മ്യൂച്വൽ ഇൻഡക്ടൻസ് കിട്ടിയ? മ്യൂച്വൽ ഇൻഡക്ടൻസ് സ്മോളറിലുള്ള കറണ്ട് വെച്ച് വലുതിൽ കിട്ടില്ല. വലുതിലുള്ള കറണ്ട് വെച്ച് സ്മോളറിൽ എന്ത് കിട്ടുന്നത് നമുക്ക് കിട്ടും. പക്ഷെ രണ്ടും സെയിം ആയിരിക്കും. അപ്പൊ പെട്ടെന്ന് പറഞ്ഞു. കിട്ടിയോ? ആൻസർ കിട്ടിയിരുന്നോ? ഈ സംഭവം കിട്ടിയിരുന്നോ? ഈ മ്യൂച്വൽ ഇൻഡക്ടൻസ് കിട്ടിയ ഫ്ലക്സ് കിട്ടാൻ എന്ത് ചെയ്താൽ മതി? വണ്ണിലുള്ള ഫ്ലക്സ് കിട്ടാനും മ്യൂച്വൽ ഇൻഡക്ടൻസ് ഐക്യ ചെയ്താൽ മതി. ഇവിടെ എത്ര പേർക്ക് കിട്ടിയ സംഭവം? ഫീൽഡിന്റെ ഇക്വേഷൻ കിട്ടിയോ? പിന്നെ സിമ്പിൾ അല്ലേ? ആ, കിട്ടിയോ? ഹരിഗോവിന്ദ് കിട്ടിയെന്ന് പറഞ്ഞു. നഫീദ കിട്ടിയോ? അഖിൽ, നിരഞ്ജന കിട്ടി. പിന്നെ ആൻഡ്ര കിട്ടിയോ? അത് കുറച്ച് പേരെ റിപ്ലൈ ചെയ്യാറുള്ളൂ. അടുത്ത സാറിന് റിപ്ലൈ, ആൻഡ്ര റിപ്ലൈ, ബാക്കിയുള്ള അധികാരം റിപ്ലൈ ഒന്നും ചെയ്യാറില്ല. മറ്റുള്ളവരൊക്കെ എന്താണ് തുറന്നു വെച്ച് ഉറങ്ങാൻ പോയിക്കാണ്. തുറന്നു വെച്ച് ഉറങ്ങുന്നവരൊക്കെ ഒന്ന് തുറന്നു വെച്ച് ഉറങ്ങാൻ പോയിരിക്കാൻ ജയിക്ക്. ആഹാ, ഓക്കെ. ആൻസർ കിട്ടിയിട്ടുണ്ടെന്ന് നാം പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പൊ അതിനകത്ത് എന്തായിരുന്നു? ഫീൽഡ് അറിയാം, ഫീൽഡ് അറ്റ് ദി ആക്സിസ് അറിയാം. ഫീൽഡ് അറ്റ് ദി ആക്സിസ് നമുക്ക് അറിയാം. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് അറിയില്ലെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അത് കാരണം ഇവിടെയുള്ള ഫ്ലക്സ് എന്താ വരും? അതിലൂടെ ഇപ്പൊ ഒരു കറണ്ട് ഐ പാസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ I1 പാസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ ഫീൽഡ് കിട്ടും. ഇൻറ്റു ഏരിയ ചെയ്താൽ എന്ത് കിട്ടും? ഫ്ലക്സ് കിട്ടും. അപ്പൊ ഐ മാറ്റിയെടുത്തുള്ള ബാക്കിയുള്ള സംഭവമാണ് മ്യൂച്വൽ ഇൻഡക്ടൻസ് എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിൾ ആയിട്ടുള്ള സംഭവമാണ്.
Okay. So that will be that. So answer will be mu 0 r square into pi r square divided by 2 into r square plus x square whole raised to 3 by 2 into I into I. Into I. Into I. So that is about mutual inductance. Mutual inductance. So self inductance എന്താണെന്ന് പറഞ്ഞു, മ്യൂച്വൽ ഇൻഡക്ടൻസ് എന്താണെന്ന് പറഞ്ഞു. സെൽഫ് ഇൻഡക്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സെൽഫ് ഇൻഡക്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോയിലുള്ള കറണ്ട് കാരണം അതിൽ തന്നെയുള്ള ഫ്ലക്സ് ഇനി അഡ്ജസ്റ്റന്റ് ആയിട്ട് ഒരു കോയിൽ പ്ലേസ് ചെയ്തിട്ട് അത് കാരണം അപ്പുറത്തുള്ള കോയിലിൽ എന്ത് ഫ്ലക്സ് ഉണ്ടാവും, അതിനെയാണ് നമ്മൾ മ്യൂച്വൽ ഇൻഡക്ടൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ അടുത്തത് നമുക്ക് സെൽഫ് ഇൻഡക്ടൻസിലോട്ട് തന്നെ തിരിച്ചു വരാം, അല്ലെങ്കിൽ ഇൻഡക്ടർ എന്ന് പറയുന്ന ഇൻഡക്ടേഴ്സ് നമ്മൾ റെസിസ്റ്റൻസ് പറയും, എന്നിട്ട് റെസിസ്റ്റർ പറയും. അതേപോലെ ഇൻഡക്ടൻസ് പറഞ്ഞു, ഇൻഡക്ടർ എന്താണ്? സോ എന്തായിരുന്നു റെസിസ്റ്റർ എന്ന് പറഞ്ഞാൽ പർട്ടിക്കുലർ റെസിസ്റ്റൻസ് ഓഫർ ചെയ്യുന്ന ഒരു സർക്യൂട്ട് എലമെന്റ്, അല്ലെ? സർക്യൂട്ടിൽ യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെന്റ് അല്ലെങ്കിൽ ഒരു സംഭവത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, റെസിസ്റ്റർ എന്ന് പറയുന്നത്. അതേപോലെ ഇൻഡക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? സർക്യൂട്ട് എലമെന്റ് which offers an inductance. സാധാരണ അത് സെൽഫ് ഇൻഡക്ടൻസ് ആണ്. It offers self inductance. അപ്പൊ ബേസിക്കലി ഇൻഡക്ടർ എന്ന് പറഞ്ഞ ഒരു കോയിലാണ് ഉണ്ടാവുക. We'll have a single coil. ഇതിനാണ് നമ്മൾ ഇൻഡക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു സ്മോളർ കോയിൽ. നമ്മൾ സാധാരണ ഇൻഡക്ടറിനെ ഡിനോട്ട് ചെയ്യുക എങ്ങനെയാണ്? ഡിനോട്ട് ഇൻഡക്ടർ സർക്യൂട്ടിൽ നമ്മൾ എങ്ങനെയാണ്, ഒരു സോളിനോഡ് പോലെയാണ് അതിനെ കാണിക്കുന്നത്. കോയിൽ പോലെയാണല്ലോ ഇൻഡക്ടർ ഉണ്ടാവുക, സാധാരണ ഇൻഡക്ടർ ഉണ്ടാവുക. ഓക്കെ, ഇതാണ് ഇൻഡക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിലൂടെ ഒരു കറണ്ട് പാസ് ചെയ്യുന്നുണ്ട്. ഇൻഡക്ടറിലൂടെ ഒരു I എന്ന് പറയുന്ന കറണ്ട് പാസ് ചെയ്യും. ഫ്രം A to B കറണ്ട് പാസ് ചെയ്യും. ഒരു സർക്യൂട്ടിന്റെ ഒരു പാർട്ടായിട്ട് നമ്മൾ കണക്ട് ചെയ്തു I എന്ന് പറയുന്ന കറണ്ട്. What will be the flux linked with the inductor? Li എന്ന് പറയുന്ന ഒരു കറണ്ട്, ഒരു ഫ്ലക്സ് അതിനോട് അസോസിയേറ്റഡ് ആയിട്ടുണ്ടാകും. So what will be the induced EMF അല്ലെങ്കിൽ induced potential difference across the inductor? What will be, ഈ I വേരി ചെയ്യുന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? What happens if a current I, what happens if this current is varying? There will be flux change. ഫ്ലക്സിലുള്ള ചേഞ്ച് ഉണ്ടാവും. ഫ്ലക്സിലുള്ള ചേഞ്ച് കാരണം ആ ഇൻഡക്ടറിൽ എന്തുണ്ടാവും? ഒരു ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവും. That induced EMF is given by minus d∅ by dt. Faraday's. That induced EMF is minus L into di by minus L into di. കാരണം എന്താ? Phi is equal to Li ആണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ മൈനസ് L into di by dt. ഓക്കെ, സോ ആ ഇൻഡക്ടറിന് അക്രോസും എന്തുണ്ടായി? ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടായി. That is given by minus L into di by dt. അപ്പോ ഇനി ഇതിനകത്ത് പലർക്കും പല കൺഫ്യൂഷൻസും വരാറുണ്ട്. സാധാരണ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ വരും, വാട്ട് ഈസ് ദി പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ഇൻഡക്ടർ? ഇൻഡക്ടറിന് അക്രോസുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താണ്? അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അല്ലെങ്കിൽ ഒരു സർക്യൂട്ട് വന്നിട്ട് വാട്ട് ഈസ് ദി പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ്? ഈ ഇൻഡ്യൂസ്ഡ് EMF ഇത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? അല്ലെങ്കിൽ ഈ ഇൻഡ്യൂസ്ഡ് EMF E എന്ന് പറയുന്നത് VA മൈനസ് VB ആണോ, VB മൈനസ് VA ആണോ? ഒക്കെ നമുക്ക് സംശയം വരും. ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുമ്പോൾ നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസേ പറയുള്ളൂ. അപ്പൊ എങ്ങനെയാണ് ഒരു ഇൻഡക്ടറിന് അക്രോസുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമ്മൾ പറയുന്നത്? ഒരു ഇൻഡക്ടറിന് അക്രോസുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്ര വരുന്നു ചോദിച്ചാൽ അതിനകത്താണ് എല്ലാവരും കൺഫ്യൂഷൻ വരുന്നത്. ചിലര് പ്ലസ് L into di by dt എടുക്കും, അത് കറക്റ്റ് ആയിരിക്കും നേരെ ഓപ്പോസിറ്റ് എടുക്കുമ്പോൾ. പക്ഷെ നമ്മൾ നേരെ ഡയറക്റ്റ് തന്നെ ചിലർ പ്ലസ് L into di by dt എടുക്കും, ചിലർ മൈനസ് L into di by dt നടക്കും. ഏതായാലും ഒരു കൺവെൻഷൻ ഞാൻ പറയും, അത് ഫോളോ ചെയ്താൽ മതി, അതിനപ്പുറത്തോട്ട് പോകണം. ഇത്രയേ ഉള്ളൂ. റെസിസ്റ്ററിന് അക്രോസ് എങ്ങനെയാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് പറയാം? എ എന്ന് പറയുന്ന പോയിന്റ്, I എന്ന് പറയുന്നത്
ഇത് ബി എന്ന് പറയുന്ന പോയിന്റ്. എങ്ങനെയാണ് നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് പറയുന്നത് പറഞ്ഞു? വി എ മൈനസ് ഐ ആർ അല്ലേ ഈക്വൽ ടു വി ബി അല്ലേ? അങ്ങനെയല്ലേ നമ്മൾ പറയാറുള്ളത്. എന്ന് ബിയിലോട്ട് ട്രാവൽ ചെയ്യുക, എന്ന് ബിയിലോട്ട് ട്രാവൽ ചെയ്യുക, കറണ്ടിന്റെ സെയിം ഡയറക്ഷനിലാണ് ട്രാവൽ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഒരു ഐ ആർ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് അല്ലേ ഉണ്ടാവുക. കാരണം കറണ്ട് എവിടുന്ന ഹയർ പൊട്ടൻഷ്യൽ ടു ലോവർ പൊട്ടൻഷ്യൽ, ഹയർ ടു ലോവർ പൊട്ടൻഷ്യലാണ് കറണ്ട് ഉണ്ടാവുക. മനസ്സിലായി? സോ വി എ മൈനസ് ഐ ആർ ഈക്വൽ ടു വി ബി. ഇതിൽ ആർക്കും ഡൗട്ട് ഉണ്ടോ? ഇല്ല. നേരെ തിരിച്ച് വി ബി എന്ന് എയിലോട്ട് പോകണമെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതാം? വി ബി പ്ലസ് ഐ ആർ ഈക്വൽ ടു വി എ. ഇങ്ങനെയല്ലേ എഴുതാം. കാരണം എന്താ അങ്ങനെ എഴുതാനുള്ള റീസൺ എന്താ? നമ്മൾ ബി ടു എ ആണ് ഇവിടെ ട്രാവൽ ചെയ്തത്. ബി ടു എ കറണ്ടിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. കറണ്ടിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പൊട്ടൻഷ്യൽ ഇൻക്രീസ് ചെയ്യല്ലേ ചെയ്യുക. കാരണം കറണ്ട് എവിടെ നിന്ന് എങ്ങോട്ടാണ് അക്രോസ് എ റെസിസ്റ്റർ മൂവ് ചെയ്യുക? അക്രോസ് എ റെസിസ്റ്റർ കറണ്ട് ഫ്ലോസ് ഫ്രം ഹയർ പൊട്ടൻഷ്യൽ ടു ലോവർ പൊട്ടൻഷ്യൽ. ക്ലിയർ? ഇത് ഓക്കെ അല്ലേ? ഇതെല്ലാവർക്കും അറിയുന്ന സംഭവമല്ലേ? ഇനി അക്രോസ് ആൻ ഇൻഡക്ടർ എങ്ങനെയാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് വരിക എന്ന് ചോദിച്ചാൽ എ ബി, ഇതിലൂടെ ഒരു ഐ എന്ന് പറയുന്ന കറണ്ട് പാസ് ചെയ്യും. ഇതിനകത്ത് നമ്മൾ എഴുതേണ്ടത് വി എ മൈനസ് എൽ ഇൻറ്റു ഡി ഐ ബൈ ഡി ടി ഈക്വൽ ടു ഡി പി. ഇങ്ങനെയാണ് നമ്മൾ. അപ്പോ എങ്ങനെയാണ് നമ്മൾ ഇത് പറയേണ്ടത്? എങ്ങനെയാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് പറയേണ്ടത്? മറ്റേനകത്ത് ഞാൻ പറഞ്ഞിരുന്നു കറണ്ടിന്റെ സെയിം ഡയറക്ഷനിൽ there is a drop of IR. There is a drop of IR. IR എന്ന് പറയുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എന്ത് ചെയ്യും? ഡ്രോപ്പ് ചെയ്യും. അത് നമ്മൾ സബ്ട്രാക്ട് ചെയ്യണം. Along the direction of current, we have to subtract IR. മനസ്സിലായോ? In the case of inductor, along the direction of current, there is a drop of L into di by dt. അല്ലെങ്കിൽ we have to subtract L into di by dt. In the opposite direction of current, we will have to add L into di by dt. മനസ്സിലായോ? അതിനകത്ത് IR ആഡ് ചെയ്യുന്ന പോലെ ഇതിനകത്ത് L into di by dt എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. If we are moving in the opposite direction of current, കറണ്ടിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് നമ്മൾ മൂവ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ. ഇനി എല്ലായ്പ്പോഴും അത് ഡ്രോപ്പ് ആയിക്കോണമെന്നില്ല. എപ്പോഴും സബ്ട്രാക്ട് ചെയ്യേണ്ട ക്വാണ്ടിറ്റി എന്താണ്? L into di by dt ആണ്. L into di by dt ആണ് സബ്ട്രാക്ട് ചെയ്യേണ്ടത്. But that L into di by dt can be negative or positive. സബ്ട്രാക്ട് ചെയ്യേണ്ട ക്വാണ്ടിറ്റി പോസിറ്റീവോ നെഗറ്റീവോ ആവാം. എങ്ങനെ പോസിറ്റീവോ നെഗറ്റീവോ ആവാം? How does this become negative or positive? എങ്ങനെയായിരിക്കും അത് പോസിറ്റീവോ നെഗറ്റീവോ ആവുന്നത്? പെട്ടെന്ന് പറഞ്ഞേ, സമയം കഴിയാറായി. എങ്ങനെയായിരിക്കും? കറണ്ട് ഇൻക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡി ഐ ബൈ ഡി ടി എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. കറണ്ട് ഡിക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡി ഐ ബൈ ഡി ടി എന്തായിരിക്കും? കറണ്ട് നമ്മളെടുത്ത ഡയറക്ഷനിൽ ഡിക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡി ഐ ബൈ ഡി ടി എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, അപ്പൊ അതിനനുസരിച്ച് എൽ ഇൻറ്റു ഡി ഐ ബൈ ഡി ടി പോസിറ്റീവോ നെഗറ്റീവോ ആവാം. ബട്ട് വി ഹാവ് ടു സബ്ട്രാക്ട് എൽ ഇൻറ്റു ഡി ഐ ബൈ ഡി ടി. ആ സബ്ട്രാക്ട് ചെയ്യുന്ന ക്വാണ്ടിറ്റിനെ പറ്റി പിന്നെ ആലോചിച്ചാൽ മതി. വാട്ട് വി ഹാവ് ടു സബ്ട്രാക്ട് അലോങ് ദി ഡയറക്ഷൻ ഓഫ് കറണ്ട്, we have to subtract L into di by dt. Okay, അതൊക്കെയാണോ? ഓക്കെ, അപ്പൊ ഇങ്ങനെ എഴുതി the potential difference across an inductor, potential difference across an inductor എന്ന് പറഞ്ഞിട്ട് എഴുതി PD across inductor. To find the potential difference across the inductor, എന്താ ചെയ്യേണ്ടത്? Along the direction of current, there is a drop of L into di by dt, or we have to subtract L into di by dt. Along the direction of current, there is a drop of di by dt, L into di by dt, or we have to subtract L into di by dt. ഇനി എന്ത് ചെയ്യാം? ബ്രാക്കറ്റിലാണെങ്കിൽ എഴുതിയോ ഡി ഐ ബൈ ഡി ടി ക്യാൻ ബി പോസിറ്റീവ് ഓർ നെഗറ്റീവ്. അപ്പൊ അതിനനുസരിച്ച് സബ്ട്രാക്ട് ചെയ്യുന്ന ക്വാണ്ടിറ്റി പോസിറ്റീവോ നെഗറ്റീവോ ആവാം. അത് നമ്മൾ പിന്നെ ബോദർ ചെയ്താൽ മതി. യു ഹാവ് ടു think about it afterwards. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ പിന്നെ ചെയ്താൽ മതി. We have to subtract L into di by dt. ഓക്കെ അല്ലേ? ഇത്രയാണ് ഇൻഡക്ടറിന്റെ കേസിൽ ഞാൻ ഇന്ന് പറഞ്ഞു നിർത്തിയത്. ഇപ്പോ 7:30 വരെ ക്ലാസ് ഉള്ളു. ഇപ്പൊ ബാക്കിയുള്ള സ്കൂളിലെ ക്ലാസ് തുടങ്ങിയത് പറഞ്ഞു. സോ അത് ഇൻഡക്ടറിന്റെ കേസ് ഞാൻ അടുത്ത ക്ലാസ്സിൽ ഒന്നുകൂടി പറയാം. അതുവരെ ഇന്നെടുത്ത് വന്ന് ജസ്റ്റ് നോക്കാം സെൽഫ് ഇൻഡക്ടൻസും മ്യൂച്വൽ ഇൻഡക്ടൻസും. ഓക്കെ,
സോ താങ്ക് യു. സർ ഞാൻ ലീവ് ചെയ്യട്ടെ?